കൈയൊന്നും പൊന്തിക്കാതെ നാവൊന്നും അനങ്ങാതെ ഇങ്ങനെ നിന്നിട്ടും പ്രാർത്ഥിച്ചൂടെ? പ്രാർത്ഥിക്കാം, യാതൊരു സംശയമല്ല. പക്ഷേ പ്രാർത്ഥിക്കാതെയും വിളിച്ചൂടെ? പ്രാർത്ഥന അല്ലാത്ത എത്ര വിളിയുണ്ട്. പ്രാർത്ഥിക്കാതെ വിളിക്കാം, വിളിക്കാതെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതുകൊണ്ട് രണ്ടും കൂടി പറയാൻ പറ്റൂല. ഇതാ വെല്ലുവിളി. പക്ഷെ ഒരു കാര്യം മൂപ്പര് സമ്മതിച്ചു, ഇത് മുജാഹിദീങ്ങളെ ബുക്കിൽ മാത്രമല്ല കേട്ടോ, ഭൂമി മലയാളത്തിൽ ഇറങ്ങിയ എല്ലാ ഖുർആൻ പരിഭാഷയിലും അങ്ങനെയുള്ളത്. ഞങ്ങൾ ഇറക്കിയതല്ലല്ലോ അതൊന്നും. CNN പരിഭാഷ, കൂറ്റനാടിന്റെ പരിഭാഷ, TK പരിഭാഷ, ബല്യകാന്തിന്റെ പരിഭാഷ, അദ്രമ മഖ്ദൂമിന്റെ പരിഭാഷ, കേവിന്റെ പരിഭാഷ, അതുപോലെ തന്നെ മുസ്തഫൽ വൈസിന്റെ പരിഭാഷ, മുട്ടാണിശ്ശേരിൽ കോയക്കുട്ടി മുസ്ലിയാരെ പരിഭാഷ. ഇനിയിപ്പോ റഹ്മത്തുള്ളാന്റെ മാത്രമേ നമ്മൾ നോക്കാൻ ബാക്കിയുള്ളൂ. അതിന് മുമ്പ് പറഞ്ഞ ഇയാള് എന്ത് ആ പരിഭാഷയിലൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കാന്നുള്ളത്. ഹൗ, അതിനെന്താ മൂപ്പര് ന്യായം എന്നറിയങ്ങള്? സമസ്തയുടെ ധാരാളം പ്രസിദ്ധീകരണങ്ങൾ AP EK എല്ലാത്തിലും അതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇയാൾ പറയാണ് ഇതൊക്കെ മുജാഹിദീങ്ങൾ കണ്ടുപിടിച്ചല്ല എന്ന് തെളിയലോ. അപ്പൊ മൂപ്പര് പറയാണ് ഇതൊക്കെ വഹാബികളുടെ വമ്പിച്ച സ്വാധീനത്തിന്റെ ഫലമായിട്ടുണ്ടായതാണ്. അപ്പൊ ഒരാൾ ഖുർആൻ പരിഭാഷ ചെയ്താൽ തീരുമാനിച്ച ഞങ്ങൾ വണ്ടി എടുത്ത് പോകും, ഒരു നോട്ടും കെട്ട് കൊടുക്കും. ആദ്യം നിങ്ങൾ ദുആന്ന് വന്നോടത്തൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കാൻ അർത്ഥം കൊടുക്കണം. നിങ്ങൾക്ക് എത്രയാ വേണ്ട ചോദിക്കും, ഓനാണ് കൊടുക്കും. അപ്പോൾ ഓൻ എല്ലായിടത്തും വിളിച്ച് പ്രാർത്ഥന. പിന്നെ അടുത്ത ആളെടുത്ത് പോകും. ഉളുപ്പുണ്ടോ മുസ്ലിയാരെ? ഇതൊക്കെ വഹാബികളെ സ്വാധീനാണ്. ഞങ്ങൾ 4 ആളോട് എന്താ ഞങ്ങളെ സ്വാധീനം? ഞങ്ങളാകെ കുറച്ചേ ഉള്ളൂ എന്നാ പറയാ. ഞങ്ങളെ സ്വാധീനം ഇവർക്കൊക്കെ ഉണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട്, അല്ലേ? ഖുർആൻ പരിഭാഷ എഴുതി 8 ആൾക്കും ഞങ്ങളെ സ്വാധീനം. എല്ലാവരും ദഅക്ക് വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന് എഴുതി. വാസ്തവത്തിൽ എന്താ സംഗതി എന്നറിയങ്ങള്? സംഗതി മനസ്സിലാക്കിക്കോളി മുസ്ലിയാർ കുട്ടികളെ. വിളിച്ചു എന്ന അർത്ഥത്തിൽ ഖുർആൻ ഉപയോഗിച്ച വാക്കാണ് നാദ. മനസ്സിലായില്ലേ? നാദ എന്ന ആ വാക്ക് പ്രാർത്ഥിച്ചു എന്ന അർത്ഥത്തിലും ഖുർആനില് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നാദ എന്നുള്ള വാക്ക് വിളിച്ചു എന്ന അർത്ഥം, അതേ വാക്ക് പ്രാർത്ഥിച്ചു എന്ന അർത്ഥത്തിലുള്ള ഉണ്ടല്ലോ ആ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. വനാദാ നൂഹു ഇബ്നഹു, നൂഹ് നബി തന്റെ മകനെ വിളിച്ചു, അവിടെ വിളിച്ചു എന്ന അർത്ഥം നാദ. അതേ സമയത്ത് മകൻ കപ്പൽ കയറിയോ? കയറിയില്ല. അപ്പ നൂഹ് നബി അള്ളാനെ വിളിച്ചു. വനാദാ നൂഹുൻ റബ്ബഹു, നൂഹ് നബി തന്റെ റബ്ബിനെ വിളിച്ചു. അപ്പ നാദക്ക് അർത്ഥം എന്താ? പ്രാർത്ഥിച്ചു എന്നർത്ഥം. അതുപോലെ ദഅവത്ത് എന്നുള്ള വാക്ക് പിന്നെ ഭൂമിയിൽ നിന്ന് അവൻ നിങ്ങളെ ഒരു വിളി വിളിച്ചാൽ നിങ്ങൾ അതാ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നു. അവിടെ സാധാരണ വിളിയാണ്, പ്രാർത്ഥനയല്ല. ഇനി കണ്ടോ, അവിടെ ദഅവത്തിന് എന്താ അർത്ഥം? പ്രാർത്ഥന എന്ന അർത്ഥം. എന്റെ അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ അവരോട് പറഞ്ഞേക്കണം ഞാൻ അവർ സമീപസ്ഥനാണ്. പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം ചെയ്യും. ഇദാദഅൻ, അവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ. ഇതുപോലെ തന്നെ സുഹൃത്തുക്കളെ, അള്ളാഹു നബിമാരെ വിളിച്ചതിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വനാദൈനാഹു അൻ യാ ഇബ്രാഹിം, ഇബ്രാഹിമേ എന്ന് നാം അദ്ദേഹത്തെ വിളിച്ചു. ആര് വിളിച്ചു? അല്ലാഹ്. അല്ലാഹ് ഇബ്രാഹിം നബിയോട് പ്രാർത്ഥിച്ചു എന്നാ അവിടെ നാദക്കർത്ഥം അല്ല. അതേ സമയത്ത് നബിമാർ ജനങ്ങളെ വിളിച്ചതോ അദ്ഉകും മിലൻ നജാതി വതദ്ഉനനി ഇലൻ നാർ, ഞാൻ നിങ്ങളെ രക്ഷയിലേക്ക് ക്ഷണിക്കുന്നു, നിങ്ങളാകട്ടെ എന്നെ വിളിക്കുന്നത് നരകത്തിലേക്കും. ഇനി അമ്പിയാക്കൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചതിനെ പറ്റി നാദാന്ന് ഉപയോഗിച്ച് ഇതിനാദാ റബ്ബഹു നിദാഅൻ ഖഫിയ, സക്കരിയ നബി തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു, രഹസ്യമായി പ്രാർത്ഥിച്ചു. അയ്യൂബ് ഇതിനാദാ റബ്ബഹു, അയ്യൂബ് തന്റെ റബ്ബിനോട് ദുആ ചെയ്തു. അപ്പൊ നാദ എന്ന വാക്ക് അത് വിളിച്ചു എന്ന അർത്ഥത്തിലാണ് സാധാരണ ഉപയോഗിക്കാറെങ്കിലും പ്രാർത്ഥിച്ചു എന്ന അർത്ഥത്തിലും അത് ഉപയോഗിക്കാറുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ദുആ, നിദാ, ദഅവത്ത് എന്നീ വാക്കുകളും അവയുടെ ധാതുക്കളും വിളിക്കുക, ക്ഷണിക്കുക, പ്രാർത്ഥിക്കുക എന്നീ അർത്ഥങ്ങളിൽ മാറി മാറി ഉപയോഗിക്കാറുണ്ട്. അപ്പൊ സാധാരണ വിളിക്കുക എന്നതിന് ഉപയോഗിക്കുന്ന ദുആ എന്ന വാക്ക് തന്നെയാണ് പ്രാർത്ഥിക്കുക എന്ന അർത്ഥത്തിലും ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് വിളി, പ്രാർത്ഥന രണ്ടും ചേർത്തുകൊണ്ട് പണ്ട് മുതൽക്കേ കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ പരിഭാഷപ്പെടുത്തിയപ്പോ വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന അർത്ഥം കൊടുത്തത്. അങ്ങനെയാണ് ആ പ്രയോഗം ഉണ്ടായത്. മാത്രല്ല സാധാരണ മനുഷ്യന്മാരൊക്കെ പ്രാർത്ഥിക്കാറുള്ളത് മിക്കവാറും വിളിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക.
വിളിക്കാതെ പ്രാർത്ഥിക്കല്ല. അല്ലാഹുമ്മ യാ റബ്ബി റബ്ബനാ യാ റഹ്മാൻ യാ ഗഫൂർ. അത് അല്ലാഹ് തന്നെ പറഞ്ഞതുമാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. അല്ലാഹുവിന് അത്യുത്തമമായ നാമങ്ങളുണ്ട്, ആ നാമങ്ങൾ കൊണ്ട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചോ. റഹ്മാനായ റബ്ബേ, റഹീമായ റബ്ബേ, റഊഫായ റബ്ബേ, തവ്വാബായ റബ്ബേ, ഹകീമായ റബ്ബേ. അധികം ആളുകളും വിളിച്ചുകൊണ്ടാ പ്രാർത്ഥിക്കാം. എന്നാ വിളിക്കാതെ പ്രാർത്ഥിക്കൂലേ? പ്രാർത്ഥിക്കും. ഈ ശിർക്കന്മാരും വിളിച്ചെന്നെ പ്രാർത്ഥിക്കള്. മദരീങ്ങള്, മമ്പർന്നങ്ങള്, ഭീമാ ബീവിയേ വിളിച്ചിട്ടല്ലേ പ്രാർത്ഥിക്കല്. അപ്പൊ അധികം ആളുകളും വിളിച്ചാ പ്രാർത്ഥിക്ക. അതുകൊണ്ടാണ് വിളിച്ചു പ്രാർത്ഥന എന്ന് പറയുന്നത്. വിളിച്ചുകൊണ്ട് ഒരാളും പ്രാർത്ഥിക്കാറില്ലെങ്കിൽ മുസ്ലിയാർ പറഞ്ഞത് ശരിയാണ്, വിളിച്ചു എന്നും പ്രാർത്ഥിച്ചു എന്നും കൂടി പറയാൻ പാടില്ല. പക്ഷെ മിക്കവാറും ആളുകളൊക്കെ വിളിച്ചാ പ്രാർത്ഥിക്കാറുള്ളത്. വിളിക്കാതെ ആയാലും പ്രാർത്ഥന ഉണ്ടാകും എന്ന് മാത്രം. എന്നിട്ട് മൂപ്പര് നുസ്രത്തിലും ബുൽബുലിലും 2 കോടി ഇനാം. എന്ത് വിളിച്ചു പ്രാർത്ഥന എന്ന അർത്ഥം ദുആ കൊണ്ടെന്ന് തെളിയിച്ചാൽ, ഡിക്ഷണറി കൊണ്ട് തെളിയിച്ചാൽ 2 കോടി ഇനാം. കേരളത്തിലെ ഒരു പരിഭാഷ ഇയാൾ അംഗീകരിക്കൂല. ഖുർആൻ പരിഭാഷ പാടില്ല എന്ന ഇയാളെ വാദം. ഒരാനക്കാരനോട് ചോദിച്ചു, എന്നാലും മുസ്ലിയാരെ ഇതിൽ എന്താ സാധനം എന്ന് നമുക്ക് തിരിയണ്ടേ? തിരിയേണ്ട ആവശ്യമില്ല, ഓതിയാ മാത്രം മതി. ഖുർആൻ പരിഭാഷ കേരളത്തിൽ ഒരു ഖുർആൻ പരിഭാഷ അംഗീകരിക്കാത്ത ഇയാള് അറബി മലയാളം ഡിക്ഷണറി അംഗീകരിക്കുവോ? അപ്പൊ മലയാളത്തിൽ പ്രാർത്ഥനക്ക് വിളിച്ചു പ്രാർത്ഥന എന്ന് അർത്ഥം ഉണ്ടാകണമെങ്കിൽ മലയാളം ഡിക്ഷണറി വേണ്ടേ? അറബിന്ന് മലയാളത്തിലുള്ള ഡിക്ഷണറി അൽമൻഹലോ അല്ലെങ്കിൽ കുഞ്ഞാമൂന്റെ മറ്റേ ഡിക്ഷണറിയോ ഫറായിദ് ദുരിയ കൊണ്ടുവന്ന ഇയാൾ അംഗീകരിക്കുവോ? അപ്പൊ വഹാബി എന്താന്ന് പറയും അല്ലേ? ഇപ്പൊ ഒന്ന് വേറൊന്നുണ്ടാക്കിയാൽ അതിലും വഹാബി കൂടി എന്ന് പറയും. പിന്നെ എങ്ങനെ നമുക്കിത് തെളിയിക്കാൻ പറ്റുമോ? പിന്നെ അറബിന്ന് അറബിക്കുള്ള ഡിക്ഷണറി ഉണ്ട്, അതിനിപ്പോ മലയാളത്തിലെ വിളിച്ചു പ്രാർത്ഥന എന്നുള്ള വാക്ക് ഉണ്ടാവൂല. അപ്പൊ വെല്ല് വിളിക്കാൻ വളരെ സൗകര്യ. 20 കോടിക്ക് വിളിച്ചടോ, കാരണം ആരും കൊണ്ടുവരില്ലാന്ന് ഉറപ്പല്ലേ. എന്താ കുഞ്ഞാടുകളുടെ അവസ്ഥ? കേരള സുന്നി ജമാഅത്ത് വഹാബിസപ്പ നീങ്ങുമ്പോടുന്ന് വലിയ ജമാഅത്ത് തന്നെ. ഞങ്ങള് കോട്ടത്തരം പറയാ, വേറെ ആർക്കും ഇതൊന്നും തിരിഞ്ഞിട്ടില്ല, എനിക്കാപ്പൊതൊക്കെ തിരിഞ്ഞത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എന്തെല്ലാം വേലത്തരങ്ങളായി അയാൾ ഒപ്പിക്കുന്നറിയോ? അപ്പൊ ആരും പറയാത്ത ചില തെളിവൊക്കെ ബഹുമാനപ്പെട്ട എൻ്റെ അടുത്തുണ്ട്. എന്നിട്ട് ഒരാളാകല് താൽക്കാലിക വിലാസം പാപ്പിനിപ്പാറ, അത് അവിടെ തന്നെ എന്നോട്ടെ, പാപ്പിനിപ്പാറന്നെ. അത് തൽക്കാലം നിങ്ങൾ തന്നെ അതിലുണ്ടാവുള്ളൂ, വേറെ ആരും ഈ ജാതി പോയത്തം പറയാൻ കിട്ടൂല. എന്നിട്ട് സുഹൃത്തുക്കളെ, ഇതെന്തിനാ ഇവര് പറയുന്നറിയോ? ഇത് വിളിച്ചു പ്രാർത്ഥന എന്ന് നിങ്ങൾ അർത്ഥം പറയണല്ലേ പറയണ്ട, നിങ്ങൾ പ്രാർത്ഥന എന്ന് മാത്രം പറഞ്ഞോ. പക്ഷെ അതെന്തിനാ കൊണ്ടുവരിയോ? പ്രാർത്ഥന എന്ന അർത്ഥം പറയേണ്ട ഒരുപാട് ആയത്തുകളുണ്ട്, അവിടെയൊക്കെ വിളി 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 നാക്കിയിട്ട് അട്ടിമറിക്കണം. അതിനാ ഖുറാബ് ഇത് കൊണ്ടുവരുന്നത്. ഈ കുബൂരി കൊണ്ടുവരുന്നത് എന്തിനാ? പ്രാർത്ഥന എന്ന അർത്ഥം പറയേണ്ട ആയത്തുകൾക്കൊക്കെ വെറും വിളി എന്ന് മാത്രം പറഞ്ഞിട്ട് വിഷയം അട്ടിമറിക്കണം. ഉസ്താദെ ഖുതുബിയത്തിൽ 1000 വട്ടം വിളിക്കുന്നുണ്ടല്ലോ, അത് സാധാരണ വിളിയല്ലേ? സാധാരണ വിളി നമ്മൾ ഉമ്മാന്ന് വിളിക്കല്ലേ, അതുപോലത്തെ വിളിയാന്ന്. ആരെങ്കിലും 1000 വട്ടം ഒറ്റക്കിരുന്നിട്ട് ഉറക്കമൊഴിച്ചിട്ട് അവന്റെ നിയ്യത്ത് മനസ്സിൽ ഉറപ്പിച്ചിട്ട് എന്നെ 1000 വട്ടം വിളിച്ചാൽ ഞാൻ പെട്ടെന്ന് ഉത്തരം ചെയ്യും. മിൻ അജ്ലി ദഅവതിഹി, അവന്റെ പ്രാർത്ഥന കാരണമായിട്ട്. വെറും വിളിയല്ല. ഖുതുബിയത്തിന് കോയിമ്പത്തിരി ഉണ്ടാക്കിയത് തിന്നാൻ വരും ജീലാനിയെ എന്നാ വിളിക്കണേ? അല്ല, ഖുതുബിയത്തിന്റെ സദസ്സില് ജീലാനി ഹാജരാകണം. ഹാജരായിട്ട് ജീലാനി തരീഖത്തിൽ വീട്ടുകാരന് മെമ്പർഷിപ്പ് കൊടുക്കണം. യാ സയ്യിദ് ഹുദുറിനി യാ മുഹിയദ്ദീനി, എന്റെ യജമാനരായ മുഹിയദ്ദീൻ ശൈഖേ ഈ സദസ്സിൽ ഹാജരായാലും അതിനാ വിളിക്കണത്. അത് പ്രാർത്ഥന തന്നെയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ മുഹിയദ്ദീൻ ശൈഖിനെ പ്രാർത്ഥനയിലൂടെ ഹാജരാക്കാൻ സാധിക്കുമെന്ന ശിർക്കൻ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ ഖുത്ബിയത്തിലെ സദ്യ ഉണ്ണാൻ വേണ്ടി വിളിക്കണതല്ല. അതുകൾ മനസ്സിലാക്കിക്കോളിയും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ രൂപത്തിലുള്ള പൊട്ടപ്പോയത്തങ്ങളാണ് ഇയാൾ ഇവിടെ വന്ന് തട്ടിവിട്ടിട്ടുള്ളത് എന്ന് ഈ നാട്ടിലെ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങളത് ഓർമ്മപ്പെടുത്തിയത്. ഇനി ഇയാളുടെ മറ്റൊരു വലിയ വാദം എന്താണെന്നറിയങ്ങള്? ശിർക്കാരോപണത്തെ നേരിടാൻ വേണ്ടി ഇവയാൾ കണ്ടുപിടിച്ച പുതിയൊരു വാദം, ഖിയാമത്ത് നാൾ വരെ മുസ്ലിമീങ്ങളിൽ ശിർക്ക് വരില്ല എന്നാണ്. മുസ്ലിമീങ്ങള് ശിർക്കിനെ പേടിക്കേണ്ടതില്ല,
അപ്പൊ മുസ്ലിമീങ്ങൾക്കിടയിൽ വ്യഭിചാരം വരുമോ? മുസ്ലിമീങ്ങൾക്കിടയിൽ മോഷണം വരുമോ? പലിശ വരുമോ? മനുഷ്യവധം വരുമോ? അതുപോലെ വ്യഭിചാര ആരോപണം പറയൽ വരുമോ? ഗീബത്ത് വരുമോ? നമീമത്ത് വരുമോ? അല്ല കുറ്റങ്ങളുണ്ടല്ലോ, അതിനൊക്കെ പേടിക്കണം. ശിർക്കിനെ പേടിക്കേണ്ടതില്ല. നല്ല സുന്നി ജമാഅത്താ. വൻ പാപങ്ങളെ കൂട്ടത്തിൽ ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറഞ്ഞത് ഏതാ? ഇജ്തനിബു സബ്അൽ മൂബിഖാത്ത്, നാശകരങ്ങളായ 7 പാപങ്ങളെ നിങ്ങൾ പാടവർജിക്കണം എന്ന് പറഞ്ഞിട്ട് ഒന്നാമത് എണ്ണിയത് ഏതാ? അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കൽ അല്ലേ? എന്നിട്ട് ഇയാള് ഹദീസിനെ അട്ടിമറിച്ചിരിക്കുക. നജീബ് മൗലവി മുസ്ലിയാർ എന്ന് പറയാൻ തന്നെ ഇയാൾക്ക് മടിയാ. ഞാൻ വേറെ അല്ലേ, എല്ലാവരും APEക്കൊക്കെ മുസ്ലിയാ, ഞാൻ മൗലവി. പുതിയ ആളാ, ആയിക്കോട്ടെ. എന്താ മൗലവി പറയണത്? ഈ പുസ്തകം ഇറക്കിക്കുന്നത് അതും പാപ്പിനിപ്പാറന്ന വേറെ എവിടെയുള്ള സാധനം, ദാറുസുന്ന ഇസ്ലാമിക കേന്ദ്രം പാപ്പിനിപ്പാറ മഞ്ചേരി. അതിന്റെ ഡയറക്ടർ IPS ചെയ്തിട്ടുള്ളൂ. ലോകത്ത് ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ച് നിലകൊള്ളുന്ന വലിയ ഒരു സമുദായമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത്. അടിയുറച്ച് നിലകൊള്ളേണ്ടെന്ന് പറഞ്ഞാൽ മതി, കൊള്ളുന്നെന്ന് പറയണ്ട. വരാനിരിക്കുന്ന അപകടങ്ങളെ കുറിച്ചെല്ലാം ഈ ഉമ്മത്തിനെ താക്കീത് ചെയ്ത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സമുദായം ശിർക്കിൽ അകപ്പെടുമെന്ന് ആശങ്കപ്പെടുന്നേയില്ലെന്ന് ആണയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. എങ്ങനെയുണ്ട്? അത് IPS ഡയറക്ടർ വക. ഇനി നജീബ് മുസ്ലിയാരെ വക കേട്ടോളി. ആമുഖം: എന്റെ സമുദായം നിങ്ങൾ ശിർക്കിലകപ്പെടുമെന്ന് അള്ളാഹുവാണ്, ഞാൻ ഭയപ്പെടുന്നില്ല. അത് ഇതിന്റെ അർത്ഥം എന്റെ സമുദായം കൊട്ടേഷൻ കൊടുക്കുന്നത്. എന്നാൽ നിങ്ങൾക്കു നേരെ ഭൗതികാഡംബരങ്ങൾ വിരുദ്ധപ്പെടുന്നതും അതിൽ നിങ്ങൾ മത്സരിക്കുന്നതുമാണ് എന്റെ ആശങ്ക. ഹദീസ് കഴിഞ്ഞോട്ടോ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗത്തിലെ വാക്കാണിത്. ബുഖാരി. ഈ പ്രസംഗം കേൾക്കുന്ന ഏതെങ്കിലും ഒരു ആന സുന്നി ഉണ്ടെങ്കിൽ ഈ പ്രസംഗം കഴിയുന്നതിന് മുമ്പ് ബുഖാരിയിലെ ആ ഹദീസ് ഒന്ന് കൊണ്ടുവരണം. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. എവിടെ? ഞങ്ങൾ മാതാപുരത്ത് പലവട്ടം വെല്ലുവിളിച്ചു, അനക്കമില്ല. ബുഖാരിയിൽ ഇങ്ങനെ ഹദീസുകൾ കൊണ്ടുവരണം. എന്റെ സമുദായം, ഹദീസിന്റെ തുടക്കതാണ്, എന്റെ സമുദായം നിങ്ങൾ ശിർക്കിലകപ്പെടുമെന്ന് അള്ളാഹുവാണ്, ഞാൻ ഭയപ്പെടുന്നില്ല. അത് ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗത്ത് പറഞ്ഞു ബുഖാരിയിലുണ്ട്. അതുകൊണ്ട് ഈ പ്രസംഗം കേൾക്കുന്ന ഏതാന സുന്നി, പാപ്പിനിപ്പാറ എന്ന് പറയുന്നത് ഇവിടെ അടുത്ത സ്ഥലമാണല്ലോ അല്ലേ, ആനസുന്നികളുടെ മക്ക എന്ന് പറഞ്ഞ സ്ഥലമാണല്ലോ, കൊണ്ടുവരട്ടെ. ഇതാ ഈ ബുക്കിലുള്ളത്. ഞങ്ങൾ ഒരുപാട് കാലമായി വെല്ലുവിളിക്കുന്നു. ഇതുവരെ അങ്ങനെ ഹദീസ് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടില്ല. വാസ്തവത്തിൽ എന്താ സുഹൃത്തുക്കളെ സംഗതി എന്നറിയോ? നിങ്ങൾ മനസ്സിലാക്കിക്കോളിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഉഹദിൽ മരിച്ചവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ച ശേഷം മിമ്പറിൽ കയറി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു പറയുന്ന കൂട്ടത്തിൽ ബുഖാരിയിൽ പറഞ്ഞു, വ ഇന്നി വല്ലാഹി മാ അഖാഫു ബഅദി അൻ തുശ്രികൂ, അല്ലാഹുവാണ് എനിക്കു ശേഷം നിങ്ങൾ ശിർക്കിലകപ്പെടുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല. വലാകിൻ അഖാഫു അൻ തനാഫസു ഫീഹാ, ദുനിയാവിൽ നിങ്ങൾ കിടമത്സരം നടത്തും എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. ബുഖാരി 3596 നമ്പർ ഹദീസ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് അസ്കലാനി പറയുന്നു, ഫീഹി ഇൻദാറു ബിമാ സയഖഉ, വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പുണ്ട് ഈ ഹദീസിൽ. ഫവഖഅ കമാ ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. എന്താ പറഞ്ഞത്? വഅന്ന അസ്ഹാബഹു ലാ യുശ്രികൂന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ ശിർക്കിലകപ്പെടുകയില്ല. ബഅദഹു, നബിക്ക് ശേഷം. ഫകാന കദാലിക്, അത് അപ്രകാരം തന്നെ സംഭവിച്ചു. വവഖഅ മാ അൻദറ ബിഹി മിനത് തനാഫുസ് ഫി ദുനിയാ, ഭൗതിക കാര്യങ്ങളിലുള്ള കിടമത്സരം അതിനെ സംബന്ധിച്ച് നബി താക്കീത് ചെയ്തല്ലോ, അതും സംഭവിച്ചു. ഭരണത്തിന് വേണ്ടിയുള്ള കിടമത്സരങ്ങൾ അവർക്കിടയിലുണ്ടായി, ജമൽ സിഫീന് യുദ്ധം ഉണ്ടായി, പക്ഷേ സഹാബികൾക്കിടയിൽ ശിർക്കുണ്ടായില്ല. അപ്പൊ ഇത് സഹാബികൾക്ക് മാത്രം ബാധകമായ ഒരു കാര്യമായിട്ടാണ് ആര് പറഞ്ഞിട്ടുള്ളത്? അസ്കലാനി വിശദീകരിച്ചിട്ടുള്ളത്. പക്ഷേ ബുഖാരി തന്നെ 10344 നമ്പറിൽ കിതാബുൽ ജനായിസ് എന്ന അധ്യായത്തിലും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അവിടെ അസ്കലാനി വിശദീകരിക്കുന്നത് സഹാബികൾക്ക് മാത്രമല്ല മൊത്തം സമുദായത്തിന് ബാധകമാണെന്ന സൂചന അതിലുണ്ട്. ഞങ്ങൾ മറച്ചു വെക്കുന്നില്ല. അതിലെന്താ പറഞ്ഞത്? മാ അഖാഫു അലൈക്കും അൻ തുശ്രികൂ ഐ അലാ മജ്മുഇക്കും, നിങ്ങൾ ശിർക്കിലകപ്പെടുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഉമ്മത്താണ് ഉദ്ദേശമെങ്കിൽ തന്നെ നിങ്ങൾ മുഴുവനായും നിങ്ങൾ ഒന്നാകെ ശിർക്കിലകപ്പെടും എന്ന് ഞാൻ ഭയപ്പെടുന്നില്ല. അന്നദാലിക, കാരണം ആ ശിർക്ക് ഖദ് വഖഅ മിനൽ ബഅദി, മുസ്ലിം സമുദായത്തിൽ കുറച്ചാളുകളിൽ നിന്ന് അത് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ സമുദായം ഒന്നാകെ ശിർക്കിലകപ്പെടും എന്ന് ഞാൻ ഭയപ്പെടുന്നില്ല എന്നർത്ഥം. സമുദായത്തിൽ തീരെ ശിർക്കുണ്ടാവില്ല എന്നാണ്, ശിർക്കിനെ പറ്റി ആശങ്കപ്പെടേണ്ടതേ ഇല്ലെന്നാണ്
ഈ മുസ്ലിയാക്കന്മാരിപ്പോൾ കൊണ്ടുപിടിച്ച് ശ്രമിച്ച് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. പേരോട് മുസ്ലിയാർ പോലും ഈ ഹദീസിന് അർത്ഥം പറഞ്ഞപ്പോ ഈ നിലക്ക അർത്ഥം പറഞ്ഞ് ഓല് ഉദ്ദേശിക്കണത് തന്നെ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കണേ. രണ്ടു കൂട്ടർ ഉദ്ദേശിക്കുന്നത് എന്താ? ഇവിടെ ശിർക്ക് വരൂല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ അതിനെപ്പറ്റി നമ്മൾ ചെയ്യുന്നൊന്നും ശിർക്കല്ല. പേരോട് മുസ്ലിയാരാ പറയുന്ന വാചകം ഒന്ന് കേട്ടോളൂ. സുബ്ഹാനല്ലാഹ്, ഔലിയാക്കളെ മക്ബറെ പോയി ഫാത്തിഹ ഓതിയിട്ട് അതൊക്കെ ശിർക്കായി പോകുന്നുള്ള പേടിയാ ചിലർക്ക്. അല്ലാഹുവിന്റെ റസൂൽ പറയാ ഈ സമുദായം ഒന്നായിട്ട് ശിർക്കി പോകുന്നുള്ള പേടി തന്നെ എനിക്കില്ലട്ടോ. ബുഖാരിയിലെ ഹദീസാ, ഇല്ല എന്ന് പറയാൻ കഴിയോ? ബുഖാരിന്റെ കയ്യിലുണ്ട്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ശിർക്ക് പോകുന്ന എനിക്ക് പേടിയില്ല. ഒറ്റപ്പെട്ട ആരെങ്കിലും എവിടുന്നെങ്കിലും തെറ്റ് ചെയ്യുകയില്ലെന്നോ ശിർക്ക് ചെയ്യില്ലെന്നോ ഈ പറഞ്ഞതിന് അർത്ഥമില്ല. വ്യാപകമായി ഈ സമുദായം ശിർക്കിലകപ്പെടൂല. അപ്പൊ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കണ രണ്ടാളും ഒന്ന് തന്നെയാണ്. സമുദായം ശിർക്കിലകപ്പെടൂല എന്നാണ്. പക്ഷെ നിങ്ങൾ ഒന്നായി ശിർക്ക് പോകുന്ന എനിക്ക് ഭയമില്ലാന്ന് മൂപ്പര് അലാ മജ്മൂഇക്കും എന്ന് അസ്കലാനി പറഞ്ഞതുപോലെ ഉൾക്കൊണ്ടുകൊണ്ടാ പറഞ്ഞത്. നിങ്ങൾ ഒന്നാകെ ശിർക്ക് പോകൂല എനിക്കല്ല, ഒറ്റയും തെറ്റൊക്കെ എവിടെയൊക്കെ പോകുന്നതാണ്. ഞങ്ങൾ പറഞ്ഞതിന്റെ എണ്ണ എത്രയെന്നുള്ളതല്ല, സമുദായത്തിൽ ശിർക്ക് വരൂലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ. നിങ്ങൾക്ക് മുമ്പുള്ളവരെ നടപടിക്രമങ്ങളെ ചാണിന് ചാണെന്നോണം മുഴത്തിന് മുഴമെന്നോണം നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ഹത്താലു ദഖലു ജുഹറ ലുബ്ബിൻ ലതബിഅതുമൂഹു. അവർ ഉടുമ്പിൻ മാളത്തിൽ കടന്നാൽ നിങ്ങളും കണ്ണും പൂട്ടി അവർ അനുകരിക്കുന്നതാണ്. അപ്പൊ സഹാബികൾ ചോദിച്ചു, ഞങ്ങൾക്ക് മുമ്പുള്ളവരെന്നതുകൊണ്ട് നബിയെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ജൂത ക്രിസ്ത്യാനികളെയാണോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, ഫമൻ, അല്ലാതെ മറ്റാരെയാണ്? അപ്പൊ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ചീത്ത നടപടിക്രമങ്ങൾ അത് മുസ്ലിമീങ്ങൾ പിൻപറ്റും. അവർക്ക് പറ്റിയ തെറ്റെന്തായിരുന്നു? അവർ പ്രവാചകന്മാരെ സ്നേഹിക്കുന്നതിൽ അതിര് കവിഞ്ഞു. അങ്ങനെ ഈസാ നബിയെ ദൈവപുത്രനാക്കി ക്രിസ്ത്യാനികൾ, ഉസൈർ നബിയെ ദൈവപുത്രനാക്കി യഹൂദികൾ. ആ തെറ്റ് ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിലും വന്നില്ലേ? അതുകൊണ്ടല്ലേ പുണ്യ റസൂൽ നമ്മോട് പറഞ്ഞത്, ലാ തുത്രൂനി കമാ അത്രത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. ഈസ ഇബ്നു മറിയമിനെ ക്രിസ്ത്യാനികൾ അമിതമായി വാഴ്ത്തി പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ വാഴ്ത്തി പറയല്ല കേട്ടോ. ഇന്നമാ അന അബ്ദുൻ, ഞാൻ അല്ലാഹുവിന്റെ അടിമ മാത്രമാണ്. ഫഖൂലു അബ്ദുല്ലാഹി വറസൂലു, അല്ലാഹുവിന്റെ അടിമയും അവന്റെ റസൂലും എന്ന് നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞോളൂ. അള്ളാന്റെ അടിമ, അള്ളാന്റെ റസൂലിനെ പറയാവൂ. ക്രിസ്ത്യാനികൾ പറഞ്ഞതുപോലെ നിങ്ങൾ പറയരുത്. അതാ ബൂസീരി ബുർദയിൽ എഴുതിയില്ലേ, വാദരോഗിയുടെ ബുർദ നിങ്ങൾ കേട്ടോ. നസാറാക്കൾ അവരെ നബിയെ കുറിച്ച് പറഞ്ഞ വാക്ക് ഇബ്നുല്ലാ എന്ന വാക്ക് നീ ഒഴിവാക്കിക്കളാ. അതല്ലാത്ത മദ്ഹ് എന്ത് വേണമെങ്കിലും എത്ര വേണമെങ്കിലും നീ പറഞ്ഞോ. മൂപ്പര് ലൈസൻസ് കൊടുക്ക. നബിനെ സംബന്ധിച്ച് ഒരിക്കലും തന്നെ ദൈവപുത്രൻ എന്ന് പറയരുത്. ദൈവം തന്നെ പറഞ്ഞ പിന്നെ പുത്രൻ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. മീമറ്റ അഹ്മദും ഞാനെന്ന് ചൊന്നോവർ, വീണ്ടും അയിനറ്റ് അറബി ഞാനെന്നോവർ. മീമറ്റ അഹമ്മദ്, അഹമ്മദിലെ മീമ് പോയ അഹദാണ് ഞാൻ. അറബി എന്നെഴുതി അയിന് മാറ്റ റബ്ബാണ് ഞാൻ. ഞാൻ അഹദാണ്, ഞാൻ റബ്ബാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത്രേ ദൈവം തന്നെയായില്ലേ, പിന്നെന്തിനാ ദൈവപുത്രനാക്കണേ? മാത്രമല്ല ശറഫലനാമിൽ കണ്ടോ, അബ്ദുകൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ളന്നി യാ ബശീറു യാ നദീറു. ബശീറുൻ നദീറുമായ സന്തോഷവാർത്ത മുന്നറിയിപ്പ് നൽകുന്നവരുമായ നബിയെ, അബ്ദുക നിങ്ങളുടെ അടിമ. അപ്പൊ റസൂലാരായി? റബ്ബായി. നിങ്ങളുടെ ഈ പാപപ്പെട്ട അടിമ അങ്ങയുടെ കനിവും കൃപയും ആഗ്രഹിക്കുന്നു ധാരാളമായി. ഞങ്ങളെക്കുറിച്ചുള്ള എന്റെ വിശ്വാസം ഞാൻ നന്നാക്കിയിട്ടുണ്ട്. ബശീറുൻ നദീറുമായ നബിയെ, ഫആഗീത്നി വഅജിർനി യാ മുജീറു മിനസ്സഈരി യാ ഗിയാതി യാ മലാദി ഫീ മുലിമാതിൽ ഉമൂരി. അതുകൊണ്ട് നബിയെ നിങ്ങൾ എന്നെ സഹായിക്കണം, നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തണം. പ്രയാസകരമായ കാര്യങ്ങളിൽ എന്റെ സഹായമേ, എന്റെ അഭയ കേന്ദ്രമേ. അപ്പൊ റസൂൽ അള്ളാഹിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി. അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യം നരകത്തിൽ നിന്നുള്ള രക്ഷ, ആപത്തുള്ള സഹായം റസൂലിനോട് ചോദിച്ചു. അപ്പൊ ജൂത ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ച ശിർക്ക് നമ്മളിൽ സംഭവിച്ചില്ലേ? സംഭവിച്ചില്ലേ? ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് ഒരു മുഹമ്മദ് മുസ്തഫയെ നീല പാന്റും വെള്ള കുപ്പായും ക്രോസ് ബെൽറ്റും ഹാറ്റും വെച്ചിട്ട് കുന്തര വണ്ടിയിൽ കയറ്റി നിർത്തി മീലാദ് ജാഥയ്ക്ക് മുമ്പിൽ.
മണ്ണാർക്കാടിനടുത്ത ചെങ്ങലീരിയിൽ. എന്നിട്ട് ജാഥ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, എന്റെ നേരെ. അപ്പൊ മുഹമ്മദ് മുസ്തഫ അങ്ങനെ ഞാൻ തന്നെയാണ് അതെന്നുള്ളത് കണ്ടോ. ജൂതനെയും ക്രിസ്ത്യാനിയും പിൻപറ്റിയതല്ലേ അത്. ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരെ ക്രിസ്മസ് ആഘോഷം, ക്രിസ്ത്യാനികളെ ക്രിസ്മസ് ആഘോഷം ഡിസംബർ 25. അത് പാട്ട് കുർബാന തുടങ്ങൽ രാത്രി 12 മണിക്കാണ്. എന്താണ് അച്ചായോ അങ്ങനെയെന്ന് ചോദിച്ചാൽ അച്ഛന്റെ മറുപടി, അപ്പോഴാണ് ക്രിസ്തുവിനെ പുൽക്കൂട്ടിൽ ജനിച്ചത്, ക്രിസ്തു പുൽക്കൂട്ടിൽ ജനിച്ചു വീണത് അപ്പോഴാണ്. ഇതാ മുസ്ലിയാക്കന്മാർ ഇപ്പൊ സുബൈന്റെ തൊട്ട് മുമ്പതാ മൗലൂദ് ചൊല്ലുന്നു. ചോദിച്ചാ പറയും അല്ലാഹുവിന്റെ റസൂലിനെ പ്രസവിച്ച കൃത്യ ടൈം അതാണ്. പറഞ്ഞിട്ട് ബനാ പേരിച്ച് പണിയെടുത്ത് നോക്കിങ്ങള്. ക്രിസ്ത്യാനികൾ അനുകരിച്ച് എവിടെ എത്തി? അപ്പൊ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ഉണ്ടായ ശിർക്ക് ഈ സമുദായത്തിൽ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. മാത്രല്ല ഇമാം അബൂ ദാവൂദ് തന്റെ സുനനിൽ കിതാബുൽ ഫിതൻ എന്ന അധ്യായത്തിൽ 4252 നമ്പറായ ഹദീസ് ഉദ്ധരിക്കുന്നു. ലാ തഖൂമു സ്സാഅ ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീന. എന്റെ സമുദായത്തിൽ കുറെ ആളുകൾ മുശ്രിക്കുകളോട് ചേരുന്നത് വരെ അന്ത്യസമയം സംഭവിക്കുന്നതല്ല. എന്റെ സമുദായത്തിൽ ധാരാളം വിഭാഗങ്ങൾ ബിംബങ്ങൾ ആരാധിക്കുന്നത് വരെ അന്ത്യസമയം സംഭവിക്കുന്നതല്ല. അപ്പൊ സമുദായത്തിൽ ശിർക്കൻ ആചാരങ്ങളും ശിർക്കൻ വിശ്വാസങ്ങളോടും ചേർന്ന് നിൽക്കുന്നവരുണ്ടാകും. ഈ സമുദായത്തിൽ ബിംബാരാധന വരെ ഉണ്ടാകും. വേണ്ട, നിങ്ങൾ നോക്ക്, റസൂലുള്ളാഹി മരിക്കാൻ സമയത്ത് ആയിഷമ്മ ബീവിന്റെ ആ മാറിൽ തല വെച്ചുകൊണ്ട് ആവർത്തിച്ച് ഉമ്മത്തിനോട് നൽകിയ വസിയത്തും താക്കീതും എന്താണ്? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഹിം മസാജിദ. ജൂത ക്രിസ്ത്യാനികളുടെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ, അവരവരെ പ്രവാചകന്മാരെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, യുഹദ്ദിറു മിസ്ലല്ലദീ സനഉ. അവർ പ്രവർത്തിച്ചതുപോലെ, ജൂതനും ക്രിസ്ത്യാനിയും പ്രവർത്തിച്ചതുപോലെ തന്റെ ഉമ്മത്തും പ്രവർത്തിക്കുമെന്നതിനാൽ അല്ലാഹുവിന്റെ റസൂൽ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. ആ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചതാണ്, അല്ലാതെ ജൂതന്മാരെ ശപിച്ച് അരിശം തീർക്കലല്ല. തന്റെ ഉമ്മത്ത് ആ അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി അന്തിമ വസിയത്ത് നൽകുകയായിരുന്നു. വലൗലാ ദാക ഉബ്രിസ ഖബ്റുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പേടി ഇല്ലായിരുന്നുവെങ്കിൽ, ആളുകൾ ആരാധനാ കേന്ദ്രമാക്കുമോ എന്ന പേടി ഇല്ലായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹിന്റെ ഖബറ് വെളിയിൽ എവിടെയെങ്കിലും ആക്കുമായിരുന്നു. പൊതുസ്ഥലത്താക്കാതെ ആയിഷമ്മ ബീവിന്റെ പ്രൈവറ്റ് റൂമിൽ റസൂലുള്ളാഹിന്റെ ഖബറാക്കിയതിന്റെ ഒരു കാരണം ജൂത ക്രിസ്ത്യാനികളെ പോലെ ആരാധനാ കേന്ദ്രമാക്കി കളയുമോ എന്ന പേടിയായിരുന്നുവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. അപ്പൊ ശിർക്കിനെ പേടിക്കണ്ടെന്നാണോ? ശിർക്കിനെ പേടിക്കണം എന്നാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നത്. ഇനി നിങ്ങൾ നോക്ക്, പരിശുദ്ധ ഖുർആനിൽ അല്ലദീന ആമനൂ വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ. വിശ്വസിക്കുകയും വിശ്വാസത്തിൽ അക്രമം കലർത്താതിരിക്കുകയും ചെയ്തവരാരോ ഉലൈക ലഹുമുൽ അംന്, അവർക്കാകുന്നു നിർഭയത്വം, വഹും മുഹ്തദൂൻ, അവരാകുന്നു സന്മാർഗം പ്രാപിച്ചവർ. ഇവിടെ ദുൽമ് എന്ന എന്താ ഉദ്ദേശം? സഹാബികൾ നബിയോട് ചോദിച്ചു, എന്തെങ്കിലും ഒരു ചെറിയ അക്രമം ചെയ്യാത്തവരാരാണ് നബിയെ ഞങ്ങളെ കൂട്ടത്തിലുള്ളത്? അപ്പൊ റസൂല് പറഞ്ഞു, ആ അക്രമമല്ല ഉദ്ദേശം, മറിച്ച് ലുഖ്മാൻ തന്റെ മകനോട് പറഞ്ഞ അക്രമം, ഇന്ന ശിർക ലദുൽമുൻ അലീം, ശിർക്കാകുന്ന അക്രമം. അപ്പൊ വിശ്വാസത്തിൽ ശിർക്ക് കലരാതിരുന്നാലേ യഥാർത്ഥത്തിൽ സന്മാർഗം പ്രാപിക്കുകയുള്ളൂ. എത്ര ആയത്തുകൾ ഓതാൻ സമയമില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ശിർക്കിനെ ഭയപ്പെടേണ്ടതില്ലെന്നോ ഖിയാമത്ത് നാൾ വരെ മുസ്ലിം സമുദായത്തിൽ ശിർക്ക് വരികയില്ലെന്നോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ല. അത് മുസ്ലിയാക്കന്മാര് തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് നിങ്ങൾ മനസ്സിലായിക്കോ. ഇനി ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഖുബൂരികളെ പ്രതിനിധാനം ചെയ്യുന്ന ഈ സമസ്തയുടെ നേതാവ് കാസിമി പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. മുസ്ലിമീങ്ങളിൽ ശിർക്കുണ്ടോ ഇല്ലേ എന്ന് അദ്ദേഹം പറയട്ടെ. ഇന്നിവിടെ പറയുന്ന വിഷയം ശിർക്കിന്റെ വിവിധ മുഖങ്ങൾ എന്ന്. പല ആളുകളുമായും ഇത് സ്പർശിക്കാൻ സാധ്യതയുണ്ട്, പല മതങ്ങളുമായും ഇത് ബന്ധപ്പെടും. എന്നാൽ ഇത് ബന്ധപ്പെടുത്തുന്നത് സത്യത്തിൽ മുസ്ലിമീങ്ങളുമായി മാത്രമാണെന്ന് സാന്ദർഭികമായി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ മതങ്ങൾക്കും അവരുടെ അധ്യാപകരുണ്ട്, അവരവർ പഠിപ്പിക്കേണ്ടതാണ്. മറ്റുള്ള കാര്യമൊക്കെ വിശദമായി ഇന്നലെ നാം ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു മതത്തെ നോവിക്കണമെന്ന ഉദ്ദേശ്യം ഇല്ല, അതിനു വേണ്ടിയുള്ള ഒരു പ്രവർത്തനവുമല്ല ഇത്. പകരം മനുഷ്യനുമായി അടുപ്പിക്കുന്ന ഒരു സേവനമാണ്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളായ മുസ്ലിമീങ്ങൾ വളരെ കനപ്പെട്ട ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് അടുത്ത കാലഘട്ടത്തിൽ അകന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ചിന്തയാണ്
ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന്, ഇങ്ങനെ ഒരു വിഷയത്തെ ഒരു ദിവസത്തെ പ്രഭാഷണമാക്കിയത് എന്ന് ഞാനിവിടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ പല ആളുകളെയും അത് ബന്ധപ്പെട്ടാലും, പല പ്രത്യയശാസ്ത്രങ്ങളുമായും അത് ബന്ധപ്പെട്ടാലും ഒന്നും ആരെയും വേദനിപ്പിക്കാനുള്ള മനഃപൂർവ്വമല്ല. എല്ലാ വിഭാഗങ്ങളിലെയും ആളുകളെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇസ്ലാമിന് അതിൻ്റേതായ ഒരു ചട്ടക്കൂടുണ്ട്. അതെല്ലാ മതങ്ങൾക്കും ഉണ്ടാകുമല്ലോ. ഇസ്ലാം എന്ന അള്ളാഹുവിൻ്റെ പ്രകൃതിയുടെ വരദാനമാണ് ദീനുൽ ഇസ്ലാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹു സ്വീകരിക്കുന്ന മതം ഇസ്ലാമാണെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയാണ് മഹായോഗികൾ ഈ ഭൂമുഖത്ത് വന്നിട്ടുള്ളത്. അതാണ് പ്രവാചകന്മാർ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഏറ്റവും മഹത്തായ സത്യം. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അടിസ്ഥാനപരമായ സിദ്ധാന്തങ്ങളുമായി മുസ്ലിമീങ്ങൾ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാന്ദർഭികമായി പലപ്പോഴും ഈ പ്രഭാഷണത്തിൽ ചിലപ്പോൾ മുസ്ലിമീങ്ങളെ തന്നെ നോവിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി ഞാനിവിടെ പറയും. ഞാൻ സത്യത്തിൽ നോവിക്കാൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിമീങ്ങളെയും തന്നെയാണ്. വല്യകുൻ ഫീഹി മായകൂൻ. അതുകൊണ്ട് എന്ത് വന്നാലും വേണ്ടില്ല എന്നിടത്താണ് ഇപ്പോൾ ഞാനുള്ളത്. എല്ലാ കൊല്ലവും ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന് ആൾ കൂടണം എന്ന നിർബന്ധമൊന്നും എനിക്കില്ല. കൂടിയ ജനങ്ങളോട് സത്യം പറയണം എന്ന ഉദ്ദേശം മാത്രമേ. എല്ലാവർക്കും ഓരോ തലോടൽ കൊടുക്കുന്നതിന് മുമ്പ് ചിലപ്പോഴൊക്കെ അതിനപ്പുറം പ്രഹരം നൽകേണ്ടി വരും. അപ്പൊ മൂപ്പര് മുസ്ലിമീങ്ങളെ നോവിക്കാണ്. എന്താ മൂപ്പര വിഷയം? ശിർക്കിന്റെ വിവിധ മുഖങ്ങൾ. ഇന്നത്തെ പ്രസംഗം മുസ്ലിമീങ്ങൾക്കെതിരിലാണ്. മുസ്ലിമീങ്ങളെ ഞാൻ നോവിക്കാൻ ഉദ്ദേശിക്കാണ്. അതിന് എന്ത് വന്നാലും ശരി, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് മുസ്ലിമീങ്ങൾ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ആ അടിസ്ഥാനത്വം മുസ്ലിമീങ്ങൾ അകലുന്നു. മുസ്ലിമീങ്ങളിൽ ശിർക്ക് വരൂലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അല്ലേ? ഭൂരിപക്ഷം വരുന്ന സമസ്ത, യഥാർത്ഥ സുന്നി എന്ന് കോടതി അംഗീകരിച്ച സമസ്തന്റെ നേതാവാണ് പറയുന്നത് മുസ്ലിമീങ്ങളിൽ ശിർക്കുണ്ട്. അതിനെപ്പറ്റി എന്നാ തന്നെ വയല് മുസ്ലിമീങ്ങളിൽ ശിർക്കുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നു. മക്കാ മുശ്രിക്കീങ്ങൾക്ക് ഇറങ്ങിയ ആയത്ത് മുസ്ലിമീങ്ങളെ നേരെ ഓതുന്നു. അല്ലേ? ഞങ്ങൾ മുസ്ലിം സമുദായത്തിലെ ശിർക്ക് ചൂണ്ടിക്കാണിച്ചത് മുസ്ലിമീങ്ങളുള്ള ഗുണകാംക്ഷ കൊണ്ടാണ്. ഞങ്ങൾ മുശ്രിക്കാക്കല്ല, മുശ്രിക്കാക്കുന്നത് നിങ്ങളാ. ശിർക്കിന് ന്യായം പറഞ്ഞു കൊടുത്ത് ആയത്ത് മതി ദുർവ്യാഖ്യാനം ചെയ്ത് അത് തെറ്റല്ല, മൊയ്തീശിങ്ങനെ വിളിച്ചോ, മമ്പർന്നങ്ങളെ വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് ശിർക്കിന് അരക്കിട്ടുറപ്പിക്കുന്ന നിങ്ങളാ. അവരാ മുശ്രിക്കാക്കുന്നത്. ഞങ്ങൾ എന്താ ചെയ്യുന്നത്? അത് ചെയ്യല്ല മുസ്ലിമേ, അത് ശിർക്കാണ്. ഇത് പറയല്ല മുസ്ലിമേ, അത് ശിർക്കാണ്. അങ്ങനെ വിശ്വസിക്കല്ല മുസ്ലിമേ, അത് ശിർക്കാണ് എന്ന് പറഞ്ഞിട്ട് മുസ്ലിമീങ്ങൾക്ക് ശിർക്കിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. അറിഞ്ഞും അറിയാതെ ശിർക്ക് ചെയ്യുന്ന മുസ്ലിമീങ്ങൾക്ക് ശിർക്കും തൗഹീദും വകതിരിച്ച് മനസ്സിലാക്കി കൊടുത്തു. അതിർവരമ്പുകൾ വേർതിരിച്ചു കൊടുത്തു. അതിന്റെ പേരിൽ നിങ്ങൾ ഞങ്ങളെ പറഞ്ഞു സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കി, മഹല്ലുകളിൽ കുഴപ്പമുണ്ടാക്കി, ഒറ്റക്കെട്ടായി ജീവിച്ചിരുന്ന മുസ്ലിം മഹല്ലുകൾ ഭിന്നിച്ചു. ഇത് റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞ വാക്ക. അല്ലദീ ഫറഖ ജംഅന, അവൻ നമ്മുടെ ഐക്യം തകർത്തിരിക്കുന്നു. വസബാലിഹത്തന, നമ്മുടെ ആരാധ്യ പുരുഷന്മാരെ ചീത്ത പറഞ്ഞിരിക്കുന്നു. വസഫ ഹലാമന, നമ്മുടെ ബുദ്ധിജീവികൾക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞിരിക്കുന്നു, വിഡ്ഢിയാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ഒരാരോപണം മുജാഹിദ് പ്രസ്ഥാനവും കേട്ടിട്ടുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇരു സുഹൃത്തുക്കളെ, നജീബ് മുസ്യാരി പറഞ്ഞ മറ്റൊരു കാര്യം എന്താ അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഭയപ്പെട്ടത് ദുനിയാവിന്റെ അപകടങ്ങളെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് മുജാഹിദീങ്ങളൊന്നും പറയാറില്ല. മുജാഹിദ് മൂപ്പര് പറഞ്ഞിട്ട് ഒഹാബിനെ പറയുള്ളൂ ഇടക്ക്. ഇവർക്ക് അതേറ്റ് അറിയാതെ വന്നു പോകണ്ട വിചാരിച്ചിട്ടേ. അതുകൊണ്ട് ഞങ്ങൾ ഹുബൂലി തന്നെ അങ്ങോട്ടും പറയാ ഇരിക്കട്ടെ. പിന്നെ മൂപ്പര് പറയാണ് ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും ഇത്തിബാഉൽ ഹവാ വതൂലുൽ അമൽ, നിങ്ങളുടെ മേൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ദേഹേച്ഛയെ പിൻപറ്റലും ദുനിയാവിലുള്ള നിങ്ങളുടെ അതിയായ പൂതികളുമാണ്. ഈ ദേഹേച്ഛയെ പിൻപറ്റുന്നതിന്റെ ശിർക്കുണ്ടാകണ്. ശിർക്ക് ഏറ്റവും വലിയ വരുമാന മാർഗമായി നിങ്ങൾ കാണുന്നോണ്ടാണ് നിങ്ങളെയൊന്ന് വിടാത്തത്. ലക്ഷക്കണക്കിന് ഉറുപ്പിയാണ് ഓരോ ജാറത്തിലും വരുമാനം. അതിന്റെ പങ്കുപറ്റികളും ഗുണഭോക്താക്കളും മുസ്ലിയാക്കന്മാര് തങ്ങന്മാരും. അതുകൊണ്ട് അവരെ ഇന്ന് വിടൂല, ഞങ്ങൾക്ക് ഉറപ്പാത്. പക്ഷെ ഞങ്ങൾക്ക് ആയിരക്കണക്കായ മുസ്ലിമീങ്ങളെ ഇന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. ഇത്തിബാഉല്ലവയും തൂരുല്ലമലുമാണ്. അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. പിന്നെ പറയാം ശിർക്കുൻ അക്ബറിനെ പറ്റിയല്ല, ശിർക്കുൻ ഖഫിയാണ് നബി ഏറെ ഭയപ്പെട്ടത്. അപ്പോൾ ശിർക്കന്നല്ലേ, ശിർക്ക് വരൂലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഖഫിയ അക്ബർ അവിടെ പറഞ്ഞില്ലല്ലോ. അപ്പൊ അതീതിന് വൈരുദ്ധ്യം വന്നില്ലേ?
ബുഖാരി ഹദീസിന് നബി എതിരായില്ലേ? ഇതാണ് നുണ പറഞ്ഞാൽ. നുണ പറഞ്ഞാൽ പൊളിയെന്ന് പറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് ശിർക്ക് വരും, അത് ഖഫിയും വരും അക്ബറും വരും. ഖഫിയെ സംബന്ധിച്ച് കൂടുതൽ ഓർമ്മപ്പെടുത്തിയതുകൊണ്ട് അക്ബർ വരില്ല എന്ന് വരില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ശിർക്ക് വരും എന്ന് തന്നെയാണ്. മാത്രല്ല SYS സ്റ്റേറ്റ് കമ്മിറ്റി പുറത്തിറക്കിയ പുസ്തകത്തിൽ അന്ത്യപ്രവാചകരുടെ പ്രവചനങ്ങൾ എന്ന പുസ്തകത്തിൽ ഒരധ്യായം തന്നെ കൊടുത്തിരിക്കുന്നു. മുസ്ലിമീങ്ങൾ ശിർക്കിലേക്ക് വ്യക്തമായി കൊടുത്തിരിക്കുക. മുസ്ലിമീങ്ങൾ ശിർക്കിലേക്ക് എന്ന് കൊടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഹദീഥ ഉദ്ധരിച്ചിരിക്കുന്നത്. ഏത് ഹദീസ്? ലാ തഖൂമു സാഅ എന്ന് പറഞ്ഞ് അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസ് വ്യക്തമായി അതിലെടുത്തു കൊടുത്തിട്ടുണ്ട്. ഇതാ അന്ത്യപ്രവാചകരുടെ പ്രവചനങ്ങൾ, കോടമ്പുഴ ബാവ മൗലവി, SYS ബുക്സ്. അതിൽ വ്യക്തമായി പറയുന്നു, മുസ്ലിങ്ങൾ ശിർക്കിലേക്ക്, വിട്ടുവീഴ്ചയില്ലാത്ത ഏകദൈവത്തിൽ അധിഷ്ഠിതമാകുന്നു ഇസ്ലാം. ശിർക്കിന്റെ എല്ലാ കവാടങ്ങളും ഇത് കൊട്ടിയടച്ചിരിക്കുന്നു. പരദൈവത്വം, ബിംബാരാധന, ദൈവാരാധന സങ്കല്പം, അവതാര സങ്കല്പം ആദിയായവയെല്ലാം ശിർക്കിൽ ഉൾപ്പെടുന്നു. ഖേദകരമെന്ന് പറയട്ടെ, മതപരമായ അജ്ഞതയും മൂഢവിശ്വാസങ്ങളും ചിലരെ ഇന്ന് ഈ അഭിശപ്തമായ ശിർക്കിലെത്തിച്ചിരിക്കുന്നു. മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ചില വ്യക്തികൾ ബഹുദൈവാരാധന തീർത്ഥാടന കേന്ദ്രമായ ശബരിമലക്ക് പോയി ആരാധന നടത്തിയ സംഭവങ്ങൾ വരെ ഈയിടെ ഉണ്ടായി. തൗഹീദ് പ്രസ്ഥാന പ്രബോധകനായ മുഹമ്മദ് വസ്ലം ഇതുപോലുള്ള അബദ്ധസംവിചാരത്തെക്കുറിച്ച്, ഇത് മാത്രമല്ല ഇതുപോലുള്ള വളരെ വ്യക്തമായി തന്നെ പ്രവചനം നടത്തിയിട്ടുണ്ട്. അവിടുന്ന് പ്രസ്താവിച്ചത് കാണുക, എന്റെ സമുദായത്തിൽ ചില ഗോത്രങ്ങൾ ബൗദ്ധവിശ്വാസികളോട് ചേരുന്നത് വരെയും എന്റെ സമുദായത്തിൽ ചില ഗോത്രങ്ങൾ ബിംബാരാധന നടത്തുന്നവരെയും ലോകാവസാനം ഉണ്ടാവുകയില്ല. അബൂദാവൂദ് തുർമുദി, ബാബ മൗലവിന്റെ പുസ്തകം, പേജ് 109. ഇതല്ലേ ഞങ്ങൾ പറഞ്ഞത്? ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലക്ക് മുസ്ലിം ശിർക്കുണ്ട്. ഇനിയും കേട്ടോളൂ, ഹജ്ജിന് പോകുന്ന ആൾ ശിർക്ക് ചെയ്യുന്നതാണ് കാസിം പറയുന്നത്. വേമ്പേം കേൾപ്പിച്ചൊടിക്കും. ഇന്ന് കാസിമിയാ കൂടുതൽ സംസാരിക്കുന്നത്. കേരളത്തിലെ എന്തിനാ ഇവൻ 5ാമത്തേന് പോയത്? 1ഉം 2ഉം 3ഉം കഴിഞ്ഞ് 5ഉം കഴിഞ്ഞ് 5ആകാൻ പോയത് എന്തിനാണ് ഈ ഹമാക്കത്ത് പിടിച്ചവൻ ഹജ്ജിന് പോയത്? എന്താണ് മനുഷ്യന്മാരെ ഇവന്റെ ഹജ്ജ്? എന്താ ഹജ്ജൊക്കെ ചെയ്ത് മടങ്ങി വന്നിട്ട് ചെമ്മാട്ട ഹാജിമാരെ കോഴിക്കോട് ജില്ലയിലെ ഒരു ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും കഞ്ഞി പാരുന്ന ഹാജിയരെ ഞാൻ കേട്ടിട്ടുണ്ട്. ചെമ്മാട്ടുകാരൻ ഹാജി, മലപ്പുറം ജില്ലക്കാരൻ ഹാജി, ദീനിന്റെ നടുക്കഷ്ണമാണ്. മലപ്പുറം ജില്ല എന്നാണല്ലോ വെപ്പ്. എന്തിനാണ് മനുഷ്യ നീയൊക്കെ പോയത്? ആരാണ് മനുഷ്യ നിനക്ക് ഈ ഫത്വ തന്നത്? എന്താ മനുഷ്യരെ ഈ വിചാരിക്കുന്നത്? കേരളത്തിലെ എന്തിനാ ഇവൻ 5ാമത്തേന് പോയത്? 1ഉം 2ഉം 3ഉം കഴിഞ്ഞ് 5ഉം കഴിഞ്ഞ് 5ആകാൻ പോയത് എന്തിനാണ് ഈ ഹമാക്കത്ത് പിടിച്ചവൻ ഹജ്ജിന് പോയത്? എന്താണ് മനുഷ്യന്മാരെ ഇവന്റെ ഹജ്ജ്? എന്താ ഹജ്ജൊക്കെ ചെയ്ത് മടങ്ങി വന്നിട്ട് ചെമ്മാട്ട ഹാജിമാരെ കോഴിക്കോട് ജില്ലയിലെ ഒരു ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും കഞ്ഞി പാരുന്ന ഹാജിയരെ ഞാൻ കേട്ടിട്ടുണ്ട്. ചെമ്മാട്ടുകാരൻ ഹാജി, മലപ്പുറം ജില്ലക്കാരൻ ഹാജി, ദീനിന്റെ നടുക്കഷ്ണമാണ്. മലപ്പുറം ജില്ല എന്നാണല്ലോ വെപ്പ്. എന്തിനാണ് മനുഷ്യ നീയൊക്കെ പോയത്? ആരാണ് മനുഷ്യ നിനക്ക് ഈ ഫത്വ തന്നത്? എന്താ മനുഷ്യരെ ഈ വിചാരിക്കുന്നത്? അത് ആവർത്തിച്ചിട്ടതാ ഒന്ന് കേൾക്കാൻ വേണ്ടി. ഹമാക്കത്ത് പിടിച്ച് എന്തിനാ ഹജ്ജിന് പോയത്? ആരാണെനിക്ക് ഫത്വ തന്നത്? നിങ്ങൾ ഫത്വ കൊടുത്തു. എന്ത്? സിയാറത്ത് കം ഹജ്ജ് പാക്കേജ് ടൂർ. എന്നിട്ടോ തൊട്ടടുത്ത ജാറത്ത് പോയിട്ടാ തുടങ്ങിയ ഹജ്ജ് അല്ലേ? അവിടെ പോയിട്ട് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കടവത്തൂരാ, അതിൻ്റെ അടുത്ത് അലിയുൽ കൂഫിന്റെ ജാറം പെരിങ്ങത്തൂര്. അവിടെ പോകും. അലിയുൽ കൂഫിനോട് ഞാനും എൻ്റെ ഭാര്യ കുഞ്ഞാമി ഇങ്ങനെ പോവുകയാണ്, ഞങ്ങളെ കാര്യമൊക്കെ നോക്കണം വരുവോളം എന്നുണ്ട്. അവിടെയും കൊടുത്ത് പൈസ, അവിടുന്ന് പ്രസാദം വാങ്ങി നേരെ പോയി കുഞ്ഞിപ്പള്ളി. അവിടെ പോകും. കുഞ്ഞിപ്പള്ളി മൂപ്പരോട് പറയും. നേരെ വരും കോഴിക്കോട്ട് വരും, ഈക്കേണ്ട കവറ്. അങ്ങനെ പോകും, മമ്പറത്ത് പോകും. അങ്ങനെ ജാറങ്ങളിൽ നിന്ന് ജാറങ്ങളിലേക്ക് പോയി സിയാറത്ത് കം ഹജ്ജ് പാക്കേജ് ടൂർ. കേരളത്തിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നേരെ തമിഴ്നാട്ടിൽ കിടക്കും. അവിടെ ഏർവാടി, അപ്രാപ്പാളയം അങ്ങനെ പോകും. അങ്ങനെ പോയിട്ട് പിന്നെ നേരെ അജ്മീർ, പറ്റുമെങ്കിൽ ബാഗ്ദാദിനും കൂടി പോകും. വലിയ കുഴപ്പമായതുകൊണ്ട് ഇപ്പോൾ പോകാത്ത. അങ്ങനെ പോയിട്ട് നേരെ മദീനത്തേക്കാ പോവുക. മദീനത്ത് ചെന്നാൽ റസൂലുള്ളാഹിന്റെ ഖബർ, ബഖീ ഖബർ, അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഷിയാക്കളും കേരള ഷിയാക്കളായ ഇവിടുത്തെ ഖുറാഫികളും ജാറത്തും. അങ്ങനെ സിയാറത്തും ഉണ്ടാകും, പാക്കേജും ഉണ്ടാകും, ടൂറും ഉണ്ടാകും. ഹജ്ജ് മാത്രം കിട്ടൂല. കാരണം ഹജ്ജ് എന്താ? ഹജ്ജ് മുഴുവൻ തൗഹീദാ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്യാൻ ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ലാ ശരീക ലക ലബ്ബൈക്, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. എല്ലാ പങ്കുകാരത്തും പോയി പ്രസാദം വാങ്ങിച്ചാ വരുന്നത്. ഇവനൊക്കെ എന്താ ജബ്ബ, എന്തിനാ ഇവനൊക്കെ ഹജ്ജ് ചെയ്തത്? ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾക്ക് പൊള്ളൂല്ലേ? മുജാഹിദ് പോലീശ്ശേരി ലക്ഷക്കണക്കിന് ഹാജിമാരെ മുശ്രിക്കാക്കി. അപ്പൊ ഇയാൾ തന്നെ ആഞ്ചീൻ പറഞ്ഞത് ആജി പറയാൻ പാടില്ല. 5ാമത്തെ ഇത് ആഞ്ചി ആകാൻ പോയതാണ്. കണ്ടോ? ഇനി നിങ്ങൾ കേട്ടോ, മുസ്ലിമീങ്ങൾ ആ ദൈവത്തിന് പിന്നാലെ പോകുന്നു. കേൾപ്പിച്ചെടുക്ക്, വേമേ നോക്കി പറഞ്ഞു. മുസ്ലിം സമുദായത്തിൽ ശിർക്കുണ്ട്, നമുക്കൊന്ന് പരിശോധിക്കുക.
വിളിച്ചു പറയും. എല്ലാ മഠങ്ങളുടെയും പിന്നാലെ മുസ്ലിമീങ്ങൾ കൊണ്ടുപോയി കാണിക്ക വെക്കും. ആ ദൈവങ്ങളുടെ കാലിനോട് പിന്നിൽ ചുംബിക്കും മനുഷ്യൻ. മൊക്കനയിട്ട കോഴിക്കോട്ടെ മൊക്കനക്കാരികൾ വരെ കഴിഞ്ഞ കൊല്ലം മനോരമ ആഘോഷമാക്കിയില്ലേ? കേരളത്തിലെ പ്രഗത്ഭമായ പത്രങ്ങളിൽ പലരും ആഘോഷമായി പത്രങ്ങളിൽ വാർത്ത വന്നില്ലേ? ഒരാൾ ദൈവത്തെ, ഒരു മുസ്ലിം മുഖമക്കനയിട്ട മുസ്ലിം പെണ്ണ് കാലിന്റെ ചുവട്ടിൽ ചുംബിക്കുന്നു. എന്തേ? ആ പാദം പൂജനീയമാണെന്ന് മനസ്സിലാക്കുന്നു. ആ പാദത്തിന്റെ ചുവട്ടിലാണ് ഉപകാരമുള്ളതും ഉപദ്രവത്തെ തടയുമെന്നതും വിശ്വസിക്കുന്നു. മനുഷ്യന്മാരെ, ഫഖദ് അശ്റകത് ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യരെ, എന്തിനാണ് 5 വഖത്ത് വെറുതെ നിസ്കരിക്കുന്നത്? നിസ്കരിച്ചവർ നരകത്തിൽ പോയി എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? ഫവൈലുൻ ലിൽ മുസല്ലീൻ. നിസ്കരിച്ച് നരകത്തിൽ പോയവരെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടില്ലേ? അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പോ ലഖദ് അശ്റകത് ബില്ലാഹ്. അമ്മയുടെ കാൽച്ചോട്ട് പോയ പർദ്ദക്കാരത്ത് ശിർക്ക് ചെയ്തു. ഇലാഹാണെന്ന് വിശ്വസിക്കാതിരുന്നാ പോരെ? റബ്ബാണെന്ന് വിശ്വസിക്കാഞ്ഞാ പോരെ? സ്വമതാണെന്ന് വിശ്വസിക്കാഞ്ഞാ പോരെ? പരമമായ അനുഗ്രഹ ദാതാവാണെന്ന് വിശ്വസിക്കാഞ്ഞാ പോരെ? ഞങ്ങളെ 4 ഗ്രൂപ്പിന്റെ ഫത്വയും നടപ്പിലാക്കി. ഓലെ കുറ്റം പറയില്ല. സാധാരണക്കാരെ ഞങ്ങൾ കുറ്റം പറയില്ല. സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കാഞ്ഞാ പോരെ? കഴിവും കാര്യം അള്ളാഹ്ക്കാണെന്ന് വിചാരിച്ച് ഒരാൾ മറ്റൊരാളെ മുമ്പിൽ സുജൂദ് ചെയ്താൽ പോലും ശിർക്കാവുകയില്ല എന്നല്ലേ നിങ്ങളെ കാമിനി സഖാഫി എഴുതിയത്? അപ്പൊ നിങ്ങൾ 4 ആളിന് മറുപടി കൊടുക്കണം. സമദിയത്ത് പറയുന്ന ഏപ്പിക്കാരനും, അതുപോലെ തന്നെ പരമമായ അനുഗ്രഹദാതാവ് പറയുന്ന അമ്പലക്കടവനും, അതുപോലെ തന്നെ റബ്ബാണെന്ന് പറയുന്ന നജീബും, ഇലാഹാണെന്ന് വിശ്വസിച്ചാൽ എന്നുള്ള അഭിവക്ത സമസ്തയും എല്ലാരും പറഞ്ഞു കൊടുക്കും. സാധാരണക്കാർക്ക് നിങ്ങളെ ഫത്വ ജനങ്ങളെ ഇവിടേക്കൊക്കെ എത്തിച്ചത് എവിടെ പോയാലെന്താ? ഞങ്ങളെ മുറാദ് ഹാസിലാകണില്ലേ എന്നാ ഞങ്ങൾ ജനങ്ങളോട് ചോദിച്ചത്. ഏർവാടി പോകരുത്, മമ്പലത്ത് പോകരുത്, പുത്തമ്പള്ളി പോകരുത്, അതൊന്നും ഇസ്ലാം പഠിപ്പിച്ചതിനെതിരാണെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ എവിടെ പോയാലെന്താ? മാറാത്ത വയറുവേദന മാറുന്നില്ലേ? കുട്ടിയെ കിട്ടുന്നില്ലേ? മുറാദ് ഹാസിലാകുണ്ടോ നോക്കിയാ പോരേ ഞങ്ങൾ പഠിപ്പിച്ച്. ആളുകൾ കിട്ടുന്നിടത്തൊക്കെ പോയി. കല്ല് കുത്തിയ ജാർത്തിങ്ങൊക്കെ പോയിട്ട് കിട്ടായിട്ട് ശബരിമലക്കും പോയി. ഗുരുവായൂർ പോയില്ലേ ചേന്നരാജിയാര്? ഗുരുവായൂരപ്പ, എനിക്കൊരു കുട്ടിയെ തന്നാൽ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് തുലാഭാരം നടത്താമേ. മക്കത്ത് പോയ ആചാരാ, കുട്ടിയെ കിട്ടി. അയാൾ നേർച്ച പാലിച്ചു. ഒരു തുലാസിൽ കുട്ടി, മറ്റേ കുട്ടിയുടെ കാലത്ത് പോകുമ്പോഴും തുലാസിലും കൊടുത്തില്ലേ? അറിഞ്ഞത് എത്ര, അറിയാത്തത് എത്ര? ഞാൻ പറഞ്ഞതായിരുന്നു കാണിച്ചു കൊടുക്കും. Amrita Kuteeram project, 25,000 houses for the homeless. Project, 5,000 houses are being constructed every year in different parts of India. This year, the Honorable Union Minister for Human Resource and Development, Shri Murli Manohar Joshi, handed over the keys of 5 houses. ഇലാഹാണെന്ന് വിശ്വസിക്കാൻ ഞാൻ പോരെ? എന്താ, ഒരു കുഴപ്പമില്ലല്ലോ. മൊക്കനട്ട പർദ്ദക്കാരത്തി കാലിലോട്ടിൽ വീണ് കഴിവും കാര്യമൊക്കെ അള്ളാഹ്ക്കാണെന്ന് വിചാരിച്ച് ആരെ മുമ്പിൽ വീണാലെന്താ? ശിർക്കല്ല. നിങ്ങളെ ഫത്വ ഈ ഖൗമിനെ ഇവിടെ എത്തിച്ചത്. ഇനി നിങ്ങൾ കേട്ടോ, കൈനോട്ടം, പക്ഷി ലക്ഷണം, ഇതൊക്കെ മുസ്ലിമീങ്ങളിൽ ഉണ്ടെന്നാ പറയുന്നത്. അതൊക്കെ ശിർക്കിന്റെ അംശങ്ങളാ. ഭാവി പ്രവചിക്കാൻ വേണ്ടി ജ്യോത്സ്യന്മാരെ സമീപിക്കുക, അള്ളാഹു അല്ലാത്തവർക്കും ഗൈബറിയെന്ന് വിശ്വസിക്കുക, അതെല്ലാം ശിർക്കിന്റെ അംശങ്ങളാ. മുജാഹിദ് പ്രസ്ഥാനം വന്നിട്ടാണ് കൈനോട്ടത്തിനും പക്ഷി ലക്ഷണത്തിനും സംസാരിച്ചത്. 3/4 നൂറ്റാണ്ട് മുമ്പുള്ള അവിടുത്തെ അവസ്ഥ എന്തായിരുന്നു? എന്നാൽ അന്നൊന്നും ഇത് പറയാൻ സുന്നി എന്ന് പറയുന്ന ആൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം മണ്ണ് പാകപ്പെടുത്തിയപ്പോൾ കാസിമിയത പറയുന്നു, പക്ഷി ലക്ഷണം നോക്കാൻ പാടില്ല. പക്ഷിയെ അവലംബിക്കുന്ന മാർഗങ്ങൾ നമ്മളിലും വരുന്നുണ്ട്. ഉദാഹരണം പറയാ, പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. അതിൽ വലിയ കൂടുതൽ ആ വിഷയത്തെ ആശ്രയിച്ചിരുന്നത് നമ്മളെ സമുദായത്തിലെ ഇപ്പോഴും ഉണ്ട്. ബസ് സ്റ്റാൻഡിലൊക്കെ ചിലപ്പോൾ കാണാല്ലേ, അങ്ങനെയല്ലേ ഉണ്ടല്ലോ. ചില ആളുകൾ ഈ തത്തയും കൊണ്ട് നടക്കും. എന്നിട്ട് അവരുടെ കയ്യിൽ കുറെ ഈ ചീട്ടുകൾ ഉണ്ടാവും. എന്നിട്ട് ഏതെങ്കിലും ഒരു ചീട്ട് ഇത് തപ്പിയെടുത്താൽ അത് നോക്കിയിട്ട് ഇങ്ങനെ കിറുകിറൂന്ന് പറഞ്ഞിട്ട് പറയും ഈ പെണ്ണുങ്ങൾ എങ്ങനെ ഇരുന്നിട്ട്, അല്ലെങ്കിൽ ആണുങ്ങൾ. ഇന്ന് കണ്ടിട്ടില്ലേ നിങ്ങൾ അതും കണ്ടിട്ടില്ലേ? ഈ സാധുവായ ഒക്കെ ഞാൻ തന്നെ കാണണം. നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങളിത് ആലോചിക്ക്, ഇതൊക്കെ ഇന്നും നടപ്പുണ്ട്. എന്നിട്ട് ഈ പക്ഷിയെ, ഒരു പക്ഷി നോക്കി ഒന്ന് തെരഞ്ഞെടുത്തു. എന്നിട്ട് ആ പക്ഷി തെരഞ്ഞെടുത്ത ആ ചീട്ട് നോക്കിയിട്ട് ഇയാൾ ഇങ്ങനെ വിശദീകരിക്കും. അതിനനുസരിച്ച് ഇയാൾ ഇങ്ങനെ ഈ ചീട്ട് നോക്കിയിട്ട് ഇയാൾ വിശദീകരിക്കും കാര്യങ്ങളൊക്കെ. എന്താ ചീട്ടിലെഴുതിയത്? അത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്നുള്ള രേഖയില്ല. ഇയാളെ നുണയാത്താകുന്നു. ഏത് ചീട്ടെടുത്താലും ഇയാൾ പറയാൻ പോണത് അതന്നെയാണ്. എല്ലാ ഷീട്ടെടുത്താലും നമ്മളെ ഷീട്ട് എടുത്ത് നോക്കുമ്പോ ഒക്കെ ക്ലിയർ ആണെന്നാ പറയാ. മറ്റൊന്ന് ഷീട്ട് എടുത്താലോ അതും ക്ലിയർ തന്നെ. ഏത് ഷീട്ടാ ക്ലിയർ അല്ലാത്തത്?
പിന്നെ അവസാനം ഉടക്ക് വെക്കുന്ന ചില ഷീട്ടുകൾ ഉണ്ടാവും. അതിന് പിന്നെ പൈസന്റെ വല്ല വിഷയം ഉണ്ടാവും. വലിയ ചില വിഷയങ്ങൾ, രാഹുകാലം, ഗുളിക കാലം, ചില വിഷയങ്ങൾക്ക് ചില അബദ്ധങ്ങൾ, ശനിയൊക്കെ വല്ലാതെ കയറി വരുന്നുണ്ട്. അതിന് ചില പൂരാവിധികളൊക്കെ ഉണ്ട്. നിങ്ങൾ പൈസ മുടക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ശനിദശ മാറിക്കിട്ടും എന്ന് വേണമെങ്കിൽ അവർ പറയും ചെയ്യും. അപ്പൊ പുതിയ ഒരു പൈസക്ക് അവിടെ വേദിയും ഒരുങ്ങും. ഇത് മുസ്ലിമീങ്ങളാണ് ചെയ്യുന്നത്, മറ്റവരെ കാര്യമല്ല. മറ്റുള്ളവരുടെ ആഭ്യന്തരത്തിൽ ഞാൻ കൈവെക്കുന്നില്ല. ഇത് തനിച്ച ശിർക്കിന്റെ ഭാഗമാണ്. ഇത് മുസ്ലിമീങ്ങളാണ് ചെയ്യുന്നത്, മറ്റവരെ കാര്യമല്ല. മറ്റുള്ളവരുടെ ആഭ്യന്തരത്തിൽ ഞാൻ കൈവെക്കുന്നില്ല. ഇത് തനിച്ച ശിർക്കിന്റെ ഭാഗമാണ്. കണ്ട, കൈനോട്ട് ലക്ഷണം പറയൽ, തത്തയെ ചീട്ടളിപ്പിച്ച് ലക്ഷണം പറയൽ, ഭാവി പ്രവചിക്കൽ, ഇതൊക്കെ ശിർക്കാണ് നാം മുപ്പര് പറയണത്. ഞങ്ങൾ പറഞ്ഞല്ല, ഇതൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനം വരുമ്പോ ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങളല്ലേ ജിബിരിയിൽ കുറത്തിന്റെ വേഷത്തിൽ വന്ന കുറത്തിപ്പാട്ടും പച്ചിപ്പാട്ടും കൂടെ പഠിപ്പിച്ചത് അല്ലേ? കുറത്തി കൈ നോക്കിയിട്ട് ഫാത്തിമാബീബിന്റെ കൈ നോക്കിയിട്ട് പറഞ്ഞതൊക്കെ ഫാത്തിമാബി 10 പേറ്റു 1 പേറ്റാമേനി, കുറത്തി ഞാൻ ഇന്നൊന്നു പേറ്റു 10 പേറ്റാമേനി അല്ലേ? താത്താര് പാടിയിറങ്ങിയെന്നല്ലേ? ജിബിരിയിൽ കുറത്തിന്റെ വേഷത്തിൽ വന്നു, കൊട്ടുണ്ടായിരുന്നു, മാണിക്യം, 4 ഭാഗത്തൊക്കെ ഷിയാക്കളെ കെട്ട പക്ഷിപ്പാട്ട്, അക്ബർ സദക്ക എന്നുള്ള പക്ഷിപ്പാട്ട് അല്ലേ? ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി, എന്നിട്ട് ആ പെണ്ണിനെ രക്ഷിക്കാൻ 7 കോട്ടയും കീഴടക്കാൻ അലി ഇബ്നു അബീ താലിബ് പോയത് അല്ലേ? വാളും അദ്ദേഹത്തിന്റെ വലിയും അദ്ദേഹത്തിന്റെ ധൈര്യമൊക്കെ ഷിയാക്കൾ ഉണ്ടാക്കിയതാ. പക്ഷിപ്പാട്ടിന്റെ 100ാം വാർഷികം അടുത്താണ് കാസർഗോഡ് ആഘോഷിച്ചത്. ഈ പക്ഷിപ്പാട്ടും ഈ കുറത്തിപ്പാട്ടും ഒക്കെ കൊണ്ടുവന്ന് മുസ്ലിം സമുദായത്തിൽ കൈനോട്ടവും പക്ഷിലക്ഷണവും ഒക്കെ കൊണ്ടുവന്ന് നിങ്ങളാണ്. അന്നതിനൊന്നും നിങ്ങൾ എതിർത്തില്ല. അന്നത് കൊഹാബികളെ കൊണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് നാട്ടിലുള്ള അന്ധവിശ്വാസങ്ങളെയൊക്കെ നിങ്ങൾ തേനൂട്ടി പാലൂട്ടി വളർത്തി. പക്ഷേ ഇസ്ലാഹി പ്രസ്ഥാനം വിളക്കിവിട്ട ഇസ്ലാഹി കൊടുങ്കാറ്റിൽ അതെല്ലാം കടപഴകി വീണു. അവസാനം ദുഃഖക്കള്ളിയില്ലാതെ നിങ്ങൾക്കും ഇപ്പോൾ പറയേണ്ടി വന്നു, പക്ഷിലക്ഷണം നോക്കല് ശിർക്കാണ്. ഞങ്ങൾ പറഞ്ഞതിന്റെ കൂടെ അപ്പുറത്തേക്ക് പറയാൻ തുടങ്ങിയപ്പോ കൈ നോക്കുന്നത് ശിർക്കാണ്. അല്ലല്ലാത്തവർക്കും കൈപറിയെന്ന് സ്ഥാപിക്കാൻ ഇതാ നിങ്ങളെ പാഠപുസ്തകത്തിൽ, സമസ്തയുടെ പാഠപുസ്തകത്തിൽ ആയത്ത് കട്ടുമുറിച്ചു കൊടുത്തിരിക്കുന്നു. ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ ഇല്ലാ മൻ ഇർതളാ. ബാക്കില്ല. ഇല്ലാ മൻ ഇർതളാ ഇങ്ങനെ അഭ്യാസത്തിൽ വഖഫിട്ട് കൊടുത്തിരിക്കുക. അള്ളാഹു ഗൈബറിയുന്നു, അവന്റെ ഗൈബാരെയും ആർക്കും വെളിപ്പെടുത്തുകയില്ല. ഇല്ലാ മൻ ഇർതളാ, തൃപ്തിപ്പെട്ടവർക്കല്ലാതെ. അള്ളാഹു ഗൈബറിയുന്നവനാണ്. ഗൈബിന്റെ മേൽ അവൻ തൃപ്തിപ്പെട്ടവരെ അല്ലാതെ അവൻ വെളിവാക്കുകയില്ല. മിർ റസൂൽ ഉണ്ട്, തൃപ്തിപ്പെട്ട റസൂലിനല്ലാതെനാ അത് കട്ടു. എന്തിന്? റസൂൽ അല്ലാത്തവർക്കും ഗൈബറിയും, ചോട്ടാ ഔലിയാക്കന്മാർക്കൊക്കെ ഗൈബറിയും എന്ന് സ്ഥാപിക്കാൻ വേണ്ടി. അതൊക്കെ ഇപ്പോഴും ശിർക്കിന്റെ എല്ലാ ദുർന്യായങ്ങളും പറഞ്ഞ് ശിർക്കിനെ നിലനിർത്തുന്നത് നിങ്ങളാണ്. ഇനി നിങ്ങൾ കേട്ടോ, നാള് നോക്കല് അവിട്ടാണ്, പോരാടാണ്, ഉത്രാടാണ്, അതും ഈ സമുദായത്തിൽ ഉണ്ടായിരുന്നു. ഇസ്ലാഹി പ്രസ്ഥാനം വരുന്നതിന് മുമ്പ് അത് ശിർക്കാണെന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞപ്പോൾ മുസ്ലിമീങ്ങളെ നിങ്ങൾ മുശ്രിക്കാക്കി എന്ന് പറഞ്ഞു. എന്നാ കാസി പറയുന്നത് കേട്ടോളി. അവിട്ടം നാളിൽ ജനിച്ചാൽ തവിട്ടിലും നേടുന്നാ പറയാ. ഒരു ആലിമിനെ പറ്റി ഒരാൾ ഒരിക്കൽ എന്നോട് പറഞ്ഞു, നാളെ ഔട്ടമല്ലേ. എന്നോടൊരാള് പറയാ, ഒരു ആലിമിനെ കുറിച്ച് ഒരാൾ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഒരു ആലിമിനെ കുറിച്ച്, കേരളത്തിൽ പ്രഗത്ഭനായ ഒരു ആലിമിനെ കുറിച്ച് ഒരാൾ എന്നോട് പറഞ്ഞു, അവിട്ടം നാളല്ലേ, പിന്നെ മടങ്ങൂലല്ലോ, പോക്കന്നല്ലേ, തവിട്ടിലും നേടുന്നല്ലേ പറഞ്ഞത്. ആരപ്പി പറഞ്ഞതെന്നറിയോ? ഒരു ആലിമിനെ പറ്റി പറയുന്നത്. ആലിമിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്ക് തന്നെ വിശ്വാസം ഇങ്ങനെ. മനുഷ്യരെ ഇതൊക്കെ ചിന്തിക്കണ്ടേ? ഇതൊക്കെ ഹബീബായ റസൂലുള്ള പറഞ്ഞ ഫഖദ് ഇഖ്തസബ ശുഹബതം മിനസ് സിഹ്രി, അത് സിഹ്റാണ്, മാരണമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ? നക്ഷത്രശാസ്ത്രം, ഇൽമുൻ നുജൂം, ഇൽമുൽ ഫലക് അല്ലേ? അറബി ജ്യോതിഷം എന്ന ബുക്കിറക്കി നിങ്ങളിപ്പോ. ജ്യോതിശാസ്ത്രം ശരിയാണ്, ജ്യോതിഷം തട്ടിപ്പാണ്. മനുഷ്യന്റെ ഭാവി ഭൂതകാലങ്ങളൊക്കെ നിർണയിക്കുന്നത് ഗ്രഹനിലയാണ്. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ഗ്രഹങ്ങളുടെ നില ഏതാണോ അത് നോക്കിയിട്ടാണ് ഈ കുട്ടിയുടെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ജാതകപ്പൊരുത്തം അല്ലേ? പണ്ടത്തെ കാലത്തൊക്കെ പ്രസവിച്ചാൽ ഈറ്റെടുക്കാൻ വരുന്ന മണ്ണാത്തി, പെരുന്നാത്തി എന്നൊക്കെ പറഞ്ഞ് വേറെ ചില സ്ഥലത്ത് അവരെ വിളിക്കാം. അപ്പൊ അതൊക്കെ പോയൊക്കെ നഴ്സും ആശുപത്രിയൊക്കെ ആയി മാറിയല്ലോ. അവനാന്റെ വീട്ടുകാരൊക്കെ അവനാൻ തന്നെ അലക്കലൊക്കെ ആയി. അങ്ങനെയാ വേണ്ടതും. പക്ഷെ പണ്ട് അങ്ങനെയായിരുന്നു.
പണ്ട് അങ്ങനെ ആ മണ്ണാത്തിനെ ഏൽപ്പിക്കലാണ്. പാറോ ഇതൊന്ന് ചോദിക്കണം കേട്ടോ, ജി ഇതൊന്ന് നോക്കിയിട്ട് വരണട്ടോ, എന്നിട്ട് രഹസ്യമായിട്ട് എഴുതി കൊണ്ടു കൊടുക്കും. പോരാടാണില്ലേ, ഞാൻ അന്ന് അയമ്മ ഞങ്ങളോട് പറഞ്ഞില്ല, നിങ്ങൾ ആ കുട്ടിക്ക് തന്നെ നാള് ശരിയില്ല, പിന്നെ ഈ കുട്ടി നാള് ശരിയില്ല എന്നാ പിന്നെ ഈ കുട്ടിക്ക് തിന്നാൻ കൊടുക്കാതൊക്കെ ഇതിനെ പീഡിപ്പിക്കുക, ഇതിനെ കൊണ്ടാണ് നാശം പിടിച്ച് അന്ന് തന്നെ ആ പാറു പറഞ്ഞ നാള് മോശമാണ്. ഇങ്ങനെ വിശ്വസിച്ചിരുന്ന ഖൗം ഇവിടെ ഉണ്ടായിരുന്നു. മൂപ്പര് പറയാണത് സിഹ്റാണ്. ആരെങ്കിലും നക്ഷത്ര വിജ്ഞാനത്തിൽ നിന്ന് വല്ലതും നേടിയാൽ, കരസ്ഥമാക്കിയാൽ, സിഹിർ വിജ്ഞാനം, ആഭിചാര വിജ്ഞാനമാണ് അയാൾ നേടിയത്. അപ്പൊ ജ്യോത്സ്യന്മാരുടെ വിജ്ഞാനം, അത് അറബി ജ്യോതിഷം എന്ന് പേരിട്ട് നിങ്ങളിപ്പോൾ പുസ്തകം ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ചൊവ്വാദോഷത്തെ കുറിച്ച് പറയുന്നത് കേട്ടോളി. ഇന്ന് മൂപ്പരാ കൂടുതൽ സംസാരിക്കുന്നത്. എന്നാൽ ഈ ജ്യോതിഷികളെ മനുഷ്യൻ ആശ്രയിക്കുന്നു. ഉപകാരത്തിന്റെയും ഉപദ്രവത്തിന്റെയും അടിസ്ഥാനം അവരുടെ ഗ്രഹനിലയാണ്. ജൂപ്പിറ്ററാണ്, നെപ്റ്റ്യൂണാണ്, അല്ലെങ്കിൽ ശനിയാണ്, ശുക്രനാണ് എന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നു. ചൊവ്വാദോഷം വന്നു എന്നതിന്റെ പേരിൽ ജീവിതം മുഴുവനും ഗതിമുട്ടിപ്പോയ എത്രയെത്ര പെണ്ണുങ്ങൾ ഈ ഇന്ത്യ രാജ്യത്തുണ്ട്. മനുഷ്യരെന്നാണല്ലേ ഇതൊക്കെ പറയാൻ? ഈ പരിഷ്കൃത കാലഘട്ടത്തിലും ഈ ചൊവ്വാദോഷം എന്നൊക്കെ പറയാൻ പരിഷ്കൃത മനുഷ്യരെ നാണമില്ലേ നമുക്ക്? ഇത് രസം എന്താണെന്നറിയ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഈ ചൊവ്വാദോഷത്തെ അവലംബിക്കുന്ന കാര്യത്തിൽ മുസ്ലിമീങ്ങളും കൂട്ടത്തിലുണ്ട്. ജാതകം നോക്കുക, നാളെ നോക്കുക. ഇത് രസം എന്താണെന്നറിയ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഈ ചൊവ്വാദോഷത്തെ അവലംബിക്കുന്ന കാര്യത്തിൽ മുസ്ലിമീങ്ങളും കൂട്ടത്തിലുണ്ട്. ജാതകം നോക്കുക, നാളെ നോക്കുക. ചൊവ്വാദോഷം ഇപ്പൊ അക്കൂർ സ്കൂൾ തുറക്കണേ ജൂൺ 2-നാ. അങ്ങനെ അധ്യാപകരൊക്കെ ഡിമാൻഡ് വെച്ചു BPIന്റെ യോഗത്തില്. കാരണം എന്താ, ചൊവ്വാഴ്ച തുറന്നാൽ രക്ഷിതാക്കൾ കുട്ടികളെ ചേർക്കൂല. ചില അധ്യാപകർക്കും ചൊവ്വാഴ്ച തുടങ്ങിയാൽ ചൊവ്വില്ല എന്ന വിചാരം. മുജാഹിദീങ്ങൾ പലരെയും കല്യാണവും നിശ്ചയവും പൊരേക്കൂടലൊക്കെ ചൊവ്വാഴ്ച ഉണ്ടാവും. എന്നാൽ ഒറ്റ സുന്നിന്റെ ഇപ്പോഴും ചൊവ്വാഴ്ച ഉണ്ടാവില്ല. എന്താ കാരണം? ഓൽക്ക് ചൊവ്വാദോഷത്തിൽ ഇപ്പോഴും വിശ്വാസമുണ്ട്. ഖുറാബികൾ പറഞ്ഞ് കച്ചവടത്തിന് പോവില്ല. ഞാൻ പാലക്കാട് കല്ലടിക്കോട് താമസിക്കുന്ന സമയത്ത് കോഴിക്കോട് മുജാഹിദ് സെന്റർക്ക് മീറ്റിങ്ങിന് പോകുമ്പോൾ ചൊവ്വാഴ്ച മീറ്റിംഗ് എന്നുണ്ടെങ്കിൽ ബസ്സിന് കൊല്ലടിക്കോട് തന്നെ സീറ്റ് ഇട്ടു, അല്ലെങ്കിൽ മണ്ണാർക്കാട് എത്തിയാലേ സീറ്റ് ഇട്ടുള്ളൂ. ഒറ്റ ഖുറാബിയും കച്ചവടത്തിന് പോവില്ല. ബസ്സിൽ ആൾ കുറവായിരിക്കും. ചൊവ്വാഴ്ച ബസ്സിനോട് ചോദിച്ചെങ്കിൽ പൊതുവെ കോഴിക്കോട്ടേക്ക് കളക്ഷൻ കുറവാ അല്ലേ? എന്താ കാരണം? ചൊവ്വാദോഷത്തിൽ വിശ്വസിക്കുന്നുണ്ട് നമ്മൾ ആളുകള്. ഇതൊക്കെ മുസ്ലിമീങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളാ. അന്ന് ഞങ്ങൾ മുസ്ലിമീങ്ങളെ അന്ധവിശ്വാസികളാക്കി മുദ്രകുത്താണ് എന്ന് പറഞ്ഞു. ഇദ്ദേഹം തന്നെ വേറെ സ്ഥലത്ത് പറയുന്നത് ഇതൊക്കെ ഒരു മിംഗ്ലിംഗ് സൊസൈറ്റിയിൽ നിന്നുണ്ടാകുന്നതാണ്. ഒരു കൂടിക്കലർന്ന സമൂഹത്തിൽ നിന്ന് അമുസ്ലിം സമൂഹവുമായിട്ട് പല സ്ഥലത്തിലും നാം സമ്പർക്കത്തിലേർപ്പെടുകയും കൊള്ളുകയും കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ അവരുടെ ചില വിശ്വാസങ്ങളും ആചാരങ്ങളും അറിയാതെ നമ്മൾ കൊണ്ടുവന്നു. കുറെ ആള് തൊപ്പിയിട്ട് ഇങ്ങോട്ട് വന്നപ്പോ തൊപ്പി മാത്രമേ ഉണ്ടായുള്ളൂ, വിശ്വാസമൊക്കെ പഴയ തന്നെ, അതും കക്ഷത്തിൽ വെച്ചാ വന്നത്. അതിവിടെ വന്നിട്ടും കൊണ്ട് നടന്നു. അത് രണ്ടും തമ്മിൽ വേർതിരിച്ചു പഠിപ്പിച്ചത് മുജാഹിദ് പ്രസ്ഥാനം മാത്രമായിരുന്നു. പണ്ടൊന്നും ഇത് പറയാൻ കാസിമിയെപ്പോലുള്ള ഒരു മുസ്ലിയാർക്ക് ധൈര്യം വരില്ല, കൗമ് ചെരുപ്പൂരി എറിയും. ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വയറിൽ കേട്ട് 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 ആളുകൾ പാകപ്പെട്ടു. ഇങ്ങനെയൊക്കെ വിമർശിക്കാമെന്നവർ മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം ചൊവ്വാദോഷത്തെയും എതിർത്തു. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ജ്യോതിഷപ്പേടി സുന്നികൾക്ക് വിട്ടുമാറിയിട്ടില്ല എന്നത് എല്ലാ ഗ്രൂപ്പുകാരൊന്നും മനസ്സിലാക്കണം. ഇപ്പോഴും ചില ആളൊക്കെ പറയും അവന്റെ ശനിദശയാണ്, ശനിദശ കഴിഞ്ഞിട്ടില്ല. ഇസ്ലാമിൽ എന്ത് ശനിദശ? 7.5 ശനി, കണ്ടക ശനി, അതൊക്കെ അമുസ്ലിങ്ങളെ വിശ്വാസ. നമ്മളെ ചില ആളുകളില് കുട്ടി വീണു, കൈയൊടിഞ്ഞു, ആശുപത്രി കൊണ്ടുപോയി. തിരിച്ചു വന്നപ്പോ ഉമ്മ കിണറ്റി ചാടി. ഉമ്മാനെടുത്ത് കൊണ്ടുവന്ന് ആശുപത്രി കൊണ്ടുവന്നിട്ട് ഭാര്യ വീണു. അങ്ങനെ 3-4 അപകടം ഒന്നിച്ചുണ്ടായ വല്ലാത്തൊരു ഏകർശനി അല്ലേ? ഏകർശനി എന്തെന്നാ ഏകർശനി? 7.5 ശനി എന്നായി പറയണത്. 7.5 ശനി കണ്ടക ശനിക്ക് നമുക്കുണ്ടാ. പക്ഷേ പല ഖൗമും അങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം. അന്ധവിശ്വാസങ്ങളാണ് സുഹൃത്തുക്കളെ അതൊക്കെ. ഇതൊക്കെ പറഞ്ഞ കാസിമി പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സുവർണകാലം എന്ന് പറയുന്നത് അമ്പലങ്ങൾ ചുറ്റി നടന്ന 2 വർഷം ഉണ്ടായിരുന്നു. അത് മൂപ്പര് ആസ്വദിച്ച് ജീവിച്ചു എന്നാ പറഞ്ഞു. കേട്ടോളി. ഞാനൊരു സൂഫിയാണ് എന്ന് പലപ്പോഴും വിളിച്ചു പറയാൻ തോന്നുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ആകാൻ വേണ്ടി കൊതിക്കുന്ന ഒരാളാണ് ഞാൻ. ഇങ്ങനെ നല്ല പുത്തൻ കുപ്പായിട്ടിട്ടും ആളുകൾക്ക് സൂഫിയാകാമല്ലോ എന്നും ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു ഋഷികേശ്, ഹരിദ്വാർ ഞാനും അവിടെ പോയിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തെ അതിപ്രധാനപ്പെട്ട പ്രദേശങ്ങളാണ്.
ഞാൻ അവിടെയൊക്കെ പോയ ഒരു കാലം ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ തെണ്ടി നടന്നതാണ് എൻ്റെ കാലഘട്ടത്തിൽ, എൻ്റെ വ്യക്തിത്വ ജീവിതത്തിൻ്റെ അടിസ്ഥാന കാലഘട്ടം. ഇന്ത്യ ഞാൻ കാണാൻ വേണ്ടി 2 കൊല്ലം ചെലവഴിച്ചു എന്നതാണ്. എൻ്റെ ജീവിതത്തിലെ സുവർണകാലം എന്താണെന്ന് ഒരാൾ ചോദിച്ചാൽ ഞാൻ പറയാം 2 കൊല്ലമാണ്. അത് ഞാൻ തെണ്ടി നടക്കുകയായിരുന്നു ഇന്ത്യയിലൂടെ. സുവർണക്ഷേത്രത്തിൽ ഞാൻ പോയിട്ടുണ്ട്, അമൃത്സറിൽ, ഏകദേശം എല്ലായിടത്തും. അവിടെ ഞാൻ കാണുന്നത് ഈ ഒരു സർഗാത്മക സൗന്ദര്യം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അമ്പലങ്ങളിൽ ഹരിദ്വാറിലും സുവർണക്ഷേത്രത്തിലും എല്ലാ ക്ഷേത്രങ്ങളും ഞാൻ തെണ്ടി നടക്കുകയായിരുന്നു 2 കൊല്ലം. അതാണ് എൻ്റെ ജീവിതത്തിലെ സുവർണകാലം. അവിടെ കണ്ട ഒരു സർഗാത്മക സൗന്ദര്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെന്താന്ന് ഖുറാബിക്ക് മനസ്സിലാവില്ലല്ലോ. സർഗാത്മക സൗന്ദര്യം എന്ന് പറഞ്ഞാൽ മലയാളം ആര്യഭാഷ എന്ന് പറഞ്ഞ കാലത്ത് ഇപ്പോഴത്തെ ഖുറാബിക്ക് ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും. സർഗാത്മക സൗന്ദര്യം, പ്രകൃതിയിൽ ചെന്ന് ചേർന്ന് നിൽക്കുന്ന ഒരു സൗന്ദര്യം. ശിർക്കിനെന്ത് സൗന്ദര്യ! ശിർക്ക് കണ്ടാൽ ലാനത്തുല്ലാഹി അലൈഹി എന്ന് പറയേണ്ട ആള് സർഗാത്മക സൗന്ദര്യം കണ്ടിങ്ങനെ ആസ്വദിച്ച് നടക്കുന്ന 2 കൊല്ലം. ഖദ് ഖാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു. നിങ്ങൾക്ക് ഇബ്രാഹിം നബിയിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലും ഉത്തമമായ മാതൃകയുണ്ടായിട്ടുണ്ട്. എപ്പോൾ ഇത് ഖാലു, ഇബ്രാഹിം നബിയും തന്റെ കൂടെ വിശ്വസിച്ചവരും പറഞ്ഞപ്പോൾ, ലിഖൗമിഹിം, അവരുടെ ജനതയോട്, ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, നിങ്ങളിൽ നിന്നും അല്ലാഹു ഓർമ്മ നിങ്ങൾ ആരാധിക്കുന്നതിനും ഞങ്ങൾ പൂർണ്ണമായും ഒഴിവായിരിക്കുന്നു. കഫർനാബിക്കും, ഞങ്ങൾ ഇതാ നിങ്ങളെ തള്ളിപ്പറയുന്നു. വബദാ ബൈനനാ വബൈനകുമുൽ അദാവതു വൽ ബഗ്ളാ ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹദാ, നിങ്ങൾ ഏകനായ അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് വരെ നമുക്കിടയിൽ ശത്രുതയും വിദ്വേഷവും വെളിപ്പെട്ടിരിക്കുന്നു. ആദർശപരമായി നിങ്ങളുമായി ഒരഡ്ജസ്റ്റ്മെന്റുമില്ല. ബിംബാരാധകരോട് പറയാണ്, ആ ബിംബത്തിനൊരു സഹായവും ബിംബാരാധനക്കൊരു സഹായവും ഞാൻ ചെയ്യുന്നതല്ല. ഒരമ്പലത്തിലെ ഉത്സവത്തിന് പിരിവിന് വന്ന ശങ്കരൻകുട്ടിക്ക് ചായക്ക് വാങ്ങിക്കൊടുത്തിട്ട് പറയാ, ശങ്കരൻകുട്ടിയെ, ഇത് നിങ്ങളെ ഒരു ബഹുദൈവ വിശ്വാസത്തിന്റെ ആരാധനയാണ്, അമ്പലത്തിലെ ഉത്സവം, തറ, അയ്യപ്പൻ വിളക്ക് എന്നൊക്കെ പറഞ്ഞ അത് നിങ്ങൾ വിശ്വാസികൾ പിരിവെടുത്ത് നടത്തേണ്ട ഒരു കാര്യമാണ്. ഞാനൊരു ഏകദൈവ വിശ്വാസിയാണ്, ബഹുദൈവ വിശ്വാസമാണ് ഏറ്റവും വലിയ തെറ്റെന്ന് വിചാരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ശങ്കരൻകുട്ടിനോട് അതിന് പിരിവ് ചോദിക്കരുത്. നേരെ മറിച്ച് നിങ്ങളൊരു പാവപ്പെട്ടവന് വീടുണ്ടാക്കാനോ ഒരു റോഡ് ഉണ്ടാക്കാനോ ഒരു രോഗിയെ ചികിത്സിക്കാനോ ചോദിച്ചോ, ഞാൻ തന്നേക്കാം, ഒന്നും വിചാരിക്കരുത് കേട്ടോ, ചായ കുടിച്ചിട്ട് പോയിക്കോളി എന്ന് പറഞ്ഞാൽ ഓന് മനസ്സിലാവും. അത് മനസ്സിലായില്ലേ? ആ രൂപത്തിൽ ശിർക്കിനോടും ശിർക്കിന്റെ ആളുകളോടും ഒരു നിലക്കുള്ള യോജിപ്പുമില്ലാതെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ്, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളെ മതം, എനിക്ക് എന്റെ മതം. അല്ലാതെ നമ്മളടക്ക അമ്പലത്തിലൊക്കെ പോയി ഉഷാറായിട്ട് എന്ന് പറയാ, അവരുടെ ജാറത്തിലൊക്കെ വന്നിട്ട് ഉഷാറായിട്ട് എന്ന് പറയാ. അങ്ങനെയാണ് ഇപ്പോഴത്തെ മതസൗഹാർദ്ദം. അമ്പലത്തിലെ ഉത്സവത്തിന് തിറക്കും അയ്യപ്പൻ വിളക്കിനും താടാനും തുള്ളാനും ഒക്കെ അല്പം വാട്ടീസ് അടിച്ചിട്ട് നമ്മളെ ചക്കന്മാര് പോവുക. ജാറത്തിലെ നേർച്ചക്ക് തുള്ളാനും താടാനൊക്കെ ഇങ്ങോട്ടും കുറച്ചാൾ വരിക. ഇപ്പൊ മമ്പുറത്തുനിന്ന് നേർച്ച മുട്ടിച്ചിറയിലേക്ക് മുട്ടിപ്പോണ രംഗം നിങ്ങൾ കാണേണ്ടതാ. നോക്കണം, ഹലാലായ ചണ്ടയാ. അതൊക്കെ ചിലത് അകത്തി എന്നപ്പോഴുള്ള ആശ്ലേഷങ്ങളാ. അതാ കൊടിമരം തവാഫ്, മമ്പറത്തെ കൊടിയാ കാണുന്നത്. കൊടിമരം തവാഫ് തുടങ്ങാൻ പോവുകയാണ്. പുറപ്പെട്ടു, മമ്പറത്തുനിന്ന് പുറപ്പെട്ടു. ഇനി പോകുന്ന എടുക്കാന്നറിയോ? മുട്ടിയാറ പള്ളിയിലേക്ക്. അവിടെ സമാപനം. എന്താ അവിടെ മൗലന്മാർക്ക് ഹിജാബിന്റെ ആയത്തൊന്നും ബാധകല്ല കേട്ടോ. കുട്ടിനെയും തോളിലിട്ട് മൗലിയാർ നിൽക്കുന്നുണ്ടില്ലേ, അതൊന്നും വിഷയമല്ല. മതസൗഹാർദ്ദത്തിന്റെ ചിഹ്നം യേശു, അതുപോലെ തന്നെ മറ്റൊരു ചിത്രം, മുകളിൽ വേറൊരു മുസ്ലിമിന്റെ സിമ്പലായിട്ട് വേറൊന്നും. ഇതിപ്പോ എവിടെ എത്തിയെന്നറിയോ? ഒരു മിനിറ്റ്, അതാ പോണു.
പള്ളിയിൽ നിന്നാണ് അവിടെ പോകേണ്ടത്, പള്ളി കൂടിയാണ്, പള്ളിന്റെ വരാന്തയിലൂടെ. അതാ ജുമാ നടക്കുന്ന, ഒരു മിനിറ്റ് ശ്രദ്ധിക്കുക. അപ്പൊ അവിടെ നടക്കുന്നൊരു ജുമാ നടക്കാൻ പോവാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ജുമാക്കത ഖതീബ് ഇങ്ങനെ ആ ഏട് നോക്കിയിട്ട് ഇങ്ങനെ വായിക്കുന്നത് കേൾക്കാം. ആൾക്കാർ ജുമാക്ക് വന്നതാ, പക്ഷെ അവർക്കുണ്ടോ ആ ഈണം കേൾക്കാൻ നേരം. ഇവിടെ പള്ളിയിലേക്ക് വരവേൽക്കാൻ വേണ്ടി ടീം വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാരും അതിലേക്കാ ശ്രദ്ധ. മൂപ്പർ അവിടെ ഇങ്ങനെ വായിക്കുന്നു. ഏതായാലും ഉപകാരമില്ലാന്ന് എല്ലാവർക്കും അറിയാം. ഈ കൊട്ടുമുട്ടയിലും ശൈത്താനിയത്തേലും കേൾക്കട്ടെ, കാരണം അതൊക്കെ ഹലാലാണെന്ന് ശാരിയാത്തിന്റെ ഫത്വ ഉണ്ടല്ലോ, മമ്പർത്തങ്ങളെ പാരമ്പര്യം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ പരമ്പര പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ ആൾക്കാർക്ക് ആ ജുമയിൽ വലിയ കാര്യമൊന്നുമില്ല, ഇത് കണ്ട അത് കാര്യം എന്ന നിലക്ക് ആളുകളൊക്കെ ഹുതുബ എടുക്കുമ്പോ ഇങ്ങട്ടാ നോക്കുന്നത്. കണ്ടോളി. നോക്കുന്നുണ്ട് ആൾക്കാർ, ഹുതുബ അവിടെ നടക്കണേ. ആ വിളക്ക് കത്തുന്നത് ഏതാ? എവിടെയാ വിളക്ക് കത്തിച്ചു വെച്ചത്? കാണാം, മുട്ടിച്ചിറ പള്ളി, അതിന്റെ ഭണ്ഡാരമാണത്. അവിടെ ആ വിളക്ക് കൊളുത്തി വെച്ചിട്ടുള്ളത്. ജുമാപ്പുറത്തങ്ങൾ നടക്കുന്നുണ്ട്, എല്ലാരും കണ്ണിങ്ങട്ടാ. മുട്ടിച്ചിറ ജുമാ മസ്ജിദ് അതാ. മൗലിയർ ഇങ്ങനെ നിൽക്കണുണ്ടോ? നോക്കി നിൽക്കാണ്, പൈസ എങ്ങനെ വീണത് എന്നൊക്കെ. കണ്ടില്ലേ, വായിക്കുക. മുട്ടിച്ചിറ ശുഹദാക്കളുടെ നേർച്ചപ്പെട്ടി. ശരിക്കും അമ്പലത്തിലെ ഉത്സവം തന്നെ. മുസ്ലിയാക്കന്മാർ ഇങ്ങനെ നോക്കി നിന്ന് ആസ്വദിക്കുക. ഇവിടെ വന്നിട്ട് ഇയാൾ പറഞ്ഞു, വിലായത്തിന്റെ നേർക്കാഴ്ചയാണ് മമ്പുറത്ത് നാം കാണുന്നത്, യഥാർത്ഥ വിലായത്തിന്റെ കേരളീയ കാഴ്ച. പക്ഷേ മമ്പുറത്ത് നടക്കുന്നതൊക്കെയൊന്നും ഞങ്ങളെ അക്കൗണ്ടിൽ വരവ് വെക്കണ്ട. അവിടെ നടക്കുന്ന നേർച്ച അല്ലെങ്കിൽ ഉറൂസ്, അത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും മതസൗഹാർദ്ദത്തിന്റെ ഒരു ജനകീയ ആഘോഷമാണ്. അവിടെ അമുസ്ലിങ്ങൾ വരും, പൊട്ടന്മാര് വരും, അവരൊന്നും ചെയ്യണം ഞങ്ങളെ പേരിൽ വെച്ച് കെട്ടണ്ട എന്നൊരു മുൻകൂർ ജാമ്യം കൂടി കേരള സുന്നി ജമാഅത്തിന്റെ അവറുകൾ എടുത്തു പോയിട്ടുണ്ട്. ആ ജാമ്യമൊന്നും നിങ്ങളെ രക്ഷിക്കൂല. നിങ്ങളെ മുതുകത്തി ഞങ്ങൾ വെച്ച് കെട്ടും. നിങ്ങളതൊക്കെ ഉണ്ടാക്കിയത് ഇസ്ലാമിന്റെ പേരിൽ ഇങ്ങനത്തെ ആഘോഷങ്ങൾ ഉണ്ടാക്കി. നിങ്ങൾ എന്താ നേർച്ചയ്ക്ക് പറഞ്ഞത്? എല്ലാ വിഭാഗം ആളുകളും ഒരു പ്രത്യേക ദിവസം സിയാറത്തിന്റെ നേർച്ചയാക്കുക. അങ്ങനെ എല്ലാവരോട് ഒരുമിച്ച് കൂടി കുറേ ആളുകൾ കൂടുമ്പോൾ അവർക്ക് ചായ വേണ്ടേ, ചോറ് വേണ്ടേ, അപ്പൊ ഹോട്ടൽ വന്നു. ഒരു കൊല്ലത്തിലൊരാഘോഷമാകുമ്പോൾ പിന്നെ അവിടെ അലുവ കച്ചവടവും മാങ്ങ കച്ചവടവും തേങ്ങ കച്ചവടവും പായ് കച്ചവടം നായി കച്ചവടം ഒക്കെ വേണ്ടേ, അപ്പൊ അത് വന്നു. പിന്നെ വെറും നേർച്ച എന്ന് പറഞ്ഞ ആളുകൾക്ക് ഒരു രസം ഉണ്ടാവില്ല. അപ്പോ ഒരു സർക്കസ്, ഒരു ചാട്ടുകൊട്ട, ഒരു മരണം അങ്ങനെ വന്നു. പിന്നെ കരിമരുന്ന് എന്ന് പറഞ്ഞാൽ അത് ഏതൊരു സന്തോഷ സന്ദർഭത്തിലും പൊട്ടിക്കാൻ പറ്റിയതാണ്. പിന്നെ അതങ്ങ് പൊട്ടിച്ചാൽ അന്തരീക്ഷത്തിലെ രോഗാണുക്കളെ ഒക്കെ പോകുന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പൊ കരിമരുന്ന് ഫറലാണെന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. പിന്നെ ചെണ്ടയോ, ചെണ്ടക്ക് എന്താ കുഴപ്പം? നടു കുടുങ്ങി രണ്ടു ഭാഗവും വീതി ഒത്ത പണ്ട് ഹരിജനങ്ങളൊക്കെ കളിയിൽ മുട്ടിയുന്ന ആദിവാസികളെ കളി, അത് പറ്റൂല എന്നുള്ളൂ. അതല്ലാത്ത ചെണ്ടക്ക് ഒരു കുഴപ്പമില്ലാന്ന് നമ്മളെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുഴലുകൾ, അത് പല വകകളാണ്. ഒരു കുഴലിൽ പലവിധ തുളകൾ ഉള്ളതാകുന്നു. സമാപത്തിയറ ഈ കുഴലുകൾ ഒളിക്കുന്ന തെറ്റില്ല എന്ന് മറ്റേ കിതാബിൽ മറ്റേ ഹോജ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൊടിയെടുത്തുകൊണ്ടും കുഴൽ വിളിച്ചുകൊണ്ടും ചെണ്ട മുട്ടിക്കൊണ്ടും കരിമരുന്നുകളോട് കൂടിയും സിയാർത്ത് ചെയ്യുന്നത് തെറ്റില്ല. നിങ്ങൾ പത്ത് കൊടുത്തല്ലേ അല്ലേ? ആര്? 26 ക്യാരറ്റ് ഖുറാഫി കെ മുഹമ്മദ് കോയ മാത്തോട്ടം. അവതാരിക എഴുതിയത് ശ്രീമാൻ കാന്തപുരം. ആണ്ട് നേർച്ച അപവാദങ്ങളും പ്രസിദ്ധീകരിച്ചത് ഖുറാഫാത്തിന്റെ ഹെഡ് ചാലിയം. നിങ്ങൾ അംഗീകരിക്കൂലല്ലേ? നിങ്ങളെ മുതോത്തി നമ്മൾ വെച്ചിട്ടുള്ളത്.